السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداه إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിലെ ഏറ്റവും നിർണായകമായ അവസാനത്തെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമളാൻ തുടങ്ങി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ റമളാൻ നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾ കൂടിയാണ് ഇനി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഏറെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഇബാദത്തുകളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഗൗരവമായി ഉണർത്തുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റമളാൻ വിട പറയുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചല്ല. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ പിന്നാലെ ഇനിയും ദിവസങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതാണ്. ഞാൻ ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്ലിയായ ചില മേഖലകളുണ്ട്. നമ്മളെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്. കേരളത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമാഇ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പണ്ഡിത സംഘടന, ആ പണ്ഡിത സംഘടന കേരളത്തിൽ ഉണ്ടാക്കപ്പെടുമ്പോൾ ആ പണ്ഡിത സംഘടനയുടെ പേര് വളരെ ഗൗരവതരമായി പറഞ്ഞിരുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമാഇ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അഥവാ തൊട്ടടുത്ത വർഷങ്ങളിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ ആശയത്തിൽ അതൃപ്തരായ കുറെ പണ്ഡിതന്മാർ, അവർ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്തായിരുന്നു ആ സംഘടനയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച ഘടകം? അടിസ്ഥാനപരമായി എന്തായിരുന്നു? ഞാൻ എന്തിനാണ് ഇപ്പോഴിങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരള ജംഇയ്യത്തുൽ ഉലമ 100 കൊല്ലമായി അതിന്റെ 100ാം വാർഷികത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ സമസ്തയും 100 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
ഈ സന്ദർഭത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗമായി നിലനിൽക്കുകയും പിന്നീട് ബഹുജന സംഘടന കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയായി എല്ലാവർക്കും കൂടി പ്രവർത്തിക്കാനുള്ളത് ഉണ്ടാക്കുകയും പിന്നെ അവിടെ നിന്ന് പല പോഷക ഘടകങ്ങൾ അതിലേക്ക് ചേർന്നു വരികയും ഒക്കെ ചെയ്യുമ്പോഴും ജംഇയ്യത്തുൽ ഉലമ വേറിട്ട് നിന്നിരുന്ന ഒരു ഭാഗമുണ്ട്. സമസ്ത ഉണ്ടാകാൻ കാരണമായ ഭാഗം സമസ്തക്കാര് പറഞ്ഞത് ഖുർആനും സുന്നത്തും മാത്രമാണ് പ്രമാണം എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മാത്രമേ പ്രമാണമാക്കാൻ പറ്റൂ. അത് ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം ധാരാളം പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ അങ്ങനെ തുടങ്ങുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ വാക്കുകൾക്ക് ഒരു തരത്തിലുള്ള വിലയുമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങളുമായി കൂടാൻ ഞങ്ങൾക്ക് സന്നദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജംഇയ്യത്തുൽ ഉലമയിൽ ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ പ്രമാണത്തിന്റെ അസ്ൽ എന്തായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് പരിവർത്തനങ്ങളും പരിണാമങ്ങളും കടന്നു വന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്താണോ മുന്നോട്ട് വെച്ച പ്രമാണം അത് തകർക്കപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുജാഹിദുകളാണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രമാണങ്ങളെ കുറിച്ചുള്ള അവഗാഹത്തിൽ നിന്ന് മാറി ഒരു ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ആളുകൾ ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ വർത്തമാനങ്ങളും കുറെ ഫത്വകളും കുറെ പണ്ഡിതന്മാരും അവരുടെ കെട്ടും മട്ടും വലിപ്പവും അവരുടെ പേരിന്റെ നീളവും അവരുടെ നാടിന്റെ പ്രത്യേകതയും ഒക്കെ കൊണ്ട് ആളുകൾ അവരെ വലിയ ആളുകളാക്കുകയും അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിന് പോലും അതിന്റെ മേലെ നിൽക്കാൻ കഴിയുമെന്ന ചിന്തയിലേക്ക് ആളുകൾ മാറിപ്പോവുകയാണ്. ഇവിടെയാണ് ഈ വിഷയത്തെ നിങ്ങൾ ശരിക്ക് ഗൗരവത്തിൽ കാണേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഏതു തന്നെയാണെങ്കിലും നമുക്കിന്ന് ഈ വിഷയത്തിൽ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം, സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അയച്ചത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്നാണ് വിശ്വാസം എന്താണ് എന്ന്, അതിന്റെ വിവിധങ്ങളായ രൂപങ്ങൾ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ പഠിപ്പിച്ചത്. അവിടുന്നാണ് കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു മുഅ്മിനായി നിലനിൽക്കണമെങ്കിൽ, അയാൾക്ക് ഒരു വിശ്വാസിയായി കൃത്യമായി പൂർണ്ണനായി നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിയിട്ടല്ലാതെ സാധ്യമല്ല. അത് ഖുർആൻ നസ്സായ സംഗതിയാണ്. നമ്മുടെ ഷഹാദത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഷഹാദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് കൂടിയുണ്ട്. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ഞാൻ അള്ളാഹുവിനെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, അവനെ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ, അവനല്ലാത്ത എല്ലാ ഇലാഹുകളെയും ഞാനിതാ നിരാകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വാസിയാവില്ല. വിശ്വാസിയാവണമെങ്കിൽ ഷഹാദത്തിന്റെ രണ്ടാമത്തെ പാർട്ട് കൂടി പറയണം. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.
ആ അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം, എന്ന് അംഗീകരിക്കണം. അപ്പൊ സ്വാഭാവികമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പാഠം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ളുഹർ നമസ്കരിച്ചു അല്ലേ? എല്ലാവരും ളുഹർ നമസ്കരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച് കാണിച്ചു തന്ന നിസ്കാരമായിരുന്നോ നമ്മൾ നിസ്കരിച്ചത് എന്ന് വേറെ വിഷയമാണ്. ഞാൻ അതിന്റെ ഉൾക്കാമ്പിലേക്ക് അകക്കാമ്പിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് നിസ്കാരം നിർബന്ധമാക്കിയത് അല്ലേ? 51-ാമത്തെ വയസ്സിൽ. ഉറങ്ങരുത്, ഉറങ്ങല്ലേട്ടോ. 51-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് പോകുന്നു. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വഖത്ത് നിസ്കാരം നൽകുന്നു. അത് 5 വഖത്തായി ചുരുങ്ങിയതൊക്കെ കഥ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കടക്കല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ഭൂമിയിൽ എത്തിയല്ലോ, രാത്രി തന്നെ എത്തിയല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറ അൽ-ഇസ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോകുന്നു, ഇസ്രാ മിഅ്റാജ്. അവിടുന്ന് തിരിച്ചു വരുന്നു, നിസ്കാരം കൊണ്ടുവരുന്നു. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്നെ വന്നു അല്ലേ? ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറയുന്ന വാക്കിന് ലൈൽ എന്ന് പറഞ്ഞാൽ ഈ മിൻ ബഅദിൽ ലൈൽ, രാത്രിയുടെ അല്പം സമയമേ ഉപയോഗിച്ചുള്ളൂ, അല്പസമയം. അപ്പൊ റസൂൽ രാത്രി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് മക്കയിൽ. എങ്കിൽ 5 വഖത്ത് നിസ്കാരം നിർബന്ധവുമായി വന്ന പ്രവാചകൻ പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഫജ്ർ സാദിഖാകുമ്പോൾ നിസ്കരിക്കണോ വേണ്ടേ? നിസ്കരിക്കണം. നബിതങ്ങൾ നിസ്കരിച്ചോ? എന്തെങ്കിലും ഉണ്ടായത്? നിസ്കരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രിക്ക് കടന്നു വന്ന സുബൈ നമസ്കാരം നബിതങ്ങൾ നിസ്കരിച്ചിട്ടില്ല. എന്താണ്? അല്ലാഹ് കൽപ്പിച്ചു വിട്ടൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല. അല്ലാഹ് കൽപ്പിച്ചതാണ് 5 വഖത്ത് നമസ്കാരം. പിറ്റേന്ന് പ്രഭാതത്തിന് മുമ്പ് എന്ത് ചെയ്യണം? അത് തുടങ്ങണം. നബി തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? നിസ്കരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടേ ഉള്ളൂ. അതെങ്ങനെയാവണം എന്ന രൂപം അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. ക്ലിയർ? ഞാൻ ഉറങ്ങരുത് എന്ന് പറയാൻ കാരണം കുറച്ച് അസ്ലിയായ വിഷയം പഠിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ്. അപ്പൊ എന്താണ്? നിസ്കാരം നിർബന്ധമാക്കി അള്ളാഹു നൽകി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ആ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെയാ നിസ്കരിക്കേണ്ടത്, അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളവര് ചെയ്യാൻ പറ്റൂല. മനസ്സിലായി പറയുന്നത്? ഇബാദത്ത് അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിനുള്ള ഇബാദത്ത് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? എനിക്ക് ഇഷ്ടമുള്ള പോലെ അത് ചെയ്യാൻ പറ്റൂല. കാരണം അത് ആര് പറയണം? അള്ളാഹ് പറയണം അല്ലേ? കാരണം ഇബാദത്ത് അള്ളാഹാണ്, അള്ളാഹ്ക്കാണ്. അപ്പൊ ആ ഇബാദത്ത് എങ്ങനെയാവണോ തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് തന്നെയാണ്, അള്ളാഹുവിനാണ്, എനിക്കല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ വീട്ടിലേക്ക് തെങ്ങ് തുറക്കാൻ ഒരുത്തനെ വിളിച്ചു നോക്കാം. തെങ്ങ് തുറക്കാൻ വിളിച്ചു. നോനോട് പറഞ്ഞു, എന്റെ പറമ്പിലൊരു 50 മരങ്ങൾ നിൽപ്പുണ്ട്, ഞാൻ തെങ്ങൊക്കെ തുറന്നാളി, നല്ല ഭംഗിയായിട്ട് തുറന്നാളി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇറങ്ങി ഒരങ്ങോട്ട് തുറക്കൽ തുടങ്ങി. അങ്ങനെ തെങ്ങും തുറന്ന്, കവുങ്ങും തുറന്ന്, മാങ്ങയും തുറന്ന്, മൂച്ചിയും തുറന്ന്, അങ്ങനെ തുറക്കാനൊക്കെ തുറന്നിട്ടുണ്ട്. അതിന് ഒരു ദിവസത്തിന് 50 ഉറുപ്പ്യ വെച്ച് അത് കൊടുത്തേ. ഒരു തെങ്ങിന് 50 ഉറുപ്പ്യ അല്ലെങ്കിൽ 100 ഉറുപ്പ്യ പറഞ്ഞ് ആ ടൈം ഉപയോഗപ്പെടുത്തിയിട്ട് കണ്ടൊക്കെ തുറന്ന് കൂലിങ്ങൾ കൊടുക്കുക.
കൊടുക്കുക? കൊടുക്കൂല. എന്താ കാര്യം? പറഞ്ഞ പണിയല്ല ചെയ്തിക്കണത്. പറഞ്ഞ പണിയല്ല ചെയ്തിക്കണത്. പറഞ്ഞ പണി തെങ്ങ് ഓർക്കാനാണ്. അതിന് കൂലി കിട്ടും. ആ പറഞ്ഞ പോലെ ചെയ്ത അതിനപ്പുറത്തും ഇപ്പുറത്തുള്ളൊക്കെ തുറക്കാൻ നിന്നാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തുറക്കാൻ അതിന് കൂലി കിട്ടൂല. എന്റെ ഇഷ്ടത്തിന് ചെയ്യാനുള്ളതല്ല, എന്റെ തൊടിയിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാനാണ് എന്നെ വിളിച്ചത്. ക്ലിയർ ആയോ? ഇതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ റോൾ എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്ന വിഷയം, അള്ളാഹു നമ്മളോട് ഏൽപ്പിക്കുന്ന വിഷയം, അതതിന്റെ ഭംഗിയായി അള്ളാന്റെ റസൂല് നമുക്ക് വിശദീകരിച്ച് കാണിച്ചു തരും. കേട്ടോ, സുബഹിന്റെ സമയത്ത് നിസ്കാരമില്ല, കാരണം ജിബ്രീൽ വന്നിട്ടില്ല. പിന്നെ വരുന്നപ്പോഴാ ളുഹറിന്റെ സമയത്താണ്. ളുഹറിന്റെ സമയത്ത് വന്നു, അസറിന്റെ സമയത്ത് വന്നു, മഗ്രിബിന്റെ സമയത്ത് വന്നു, ഇശാഇന്റെ സമയത്ത് വന്നു, സുബഹിന്റെ സമയത്ത് വന്നു. പിറ്റേ ദിവസം വീണ്ടും ളുഹറിന്റെ സമയത്ത് വരുന്നു. അത് ഇന്നലെ വന്ന സമയമല്ല, കുറെ കൂടി ലേറ്റ് ആയിട്ടാ വന്നത്. അസറിന്റെ സമയത്ത് വന്നു, ഇന്നലെ വന്ന സമയത്തല്ല, കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാ വന്നത്. മഗ്രിബിന്റെ സമയത്ത് വന്നു, ഏകദേശം അടുത്ത സമയത്ത് തന്നെ. ഇശാഇന്റെ സമയത്ത് വന്നു, കുറച്ചും കൂടി ലേറ്റ് ആയിട്ട്. അടുത്ത സുബഹിന്റെ സമയത്ത് വന്നു, കുറച്ചും കൂടി ലേറ്റ് ആയിട്ട്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ നിസ്കാരത്തിന്റെ സമയം മാ ബൈന ഹാദാ വഹാദാ, അഥവാ ഞാൻ ഇന്നലെ വന്നതിന്റെയും ഇന്ന് വന്നതിന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയവും കൃത്യമായി കാണിച്ചു കൊടുത്തു, രൂപവും കാണിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണി നോക്ക്, നബി തങ്ങൾ അത് സ്വഹാബത്തിന്റെ മുന്നിൽ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറയുകയും ചെയ്തു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ, അപ്രകാരം നിങ്ങൾ നിസ്കരിക്കുവീൻ. ഞാൻ നിസ്കരിച്ചക്കാരുണ്ട്, നിങ്ങളിപ്പോ കണ്ടില്ലേ? അതുപോലെ കരിച്ചോളി. ആ നിസ്കാരാണ് ആര് പറഞ്ഞത്? അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ജിബ്രീലിനെ വിട്ട് എനിക്ക് കാണിച്ചു തന്ന നിസ്കാരമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് നിസ്കരിച്ച് കാണിച്ചു തന്നത്. ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്റെ നിസ്കാരമാണ്. മനസ്സിലായോ? ഇനി ഒന്ന് ചിന്തിച്ചു നോക്കാം, ഈ അസലുമ്മലാണോ നമ്മൾ ഉള്ളത്? ഈ അസലുമ്മലാണോ നമ്മൾ ഉള്ളത്? എങ്കിൽ നമുക്ക് നമ്മളെ പണിക്ക് കൂലി കിട്ടും. അതല്ല, തെങ്ങ് തുറക്കാൻ വിളിച്ചപ്പോ കവുങ്ങും മൂച്ചിയും എല്ലാം കൂടെ ഒരുമിച്ച് തുറന്ന സ്വഭാവമാണോ ഞമ്മക്കുള്ളത്? അതിന് കൂലി കണ്ടന്റ് അറിയേണ്ടി വരും. അതിന്റെ കൂലി കണ്ടന്റ് അറിയേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാൻ അള്ളാഹുവിന്റെ റസൂൽ വന്നു. എന്തുകൊണ്ട് ഒരു ചോദ്യമാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചോറ് എങ്ങനെ വെക്കണം, കറി എങ്ങനെ വെക്കണം, നിങ്ങളുടെ കുതിരയെ എങ്ങനെ ഓടിക്കണം, അതിന്റെ പുറത്ത് നിങ്ങൾ സാധനങ്ങൾ എങ്ങനെ അടുക്കണം, ഇതൊന്നും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല. എന്താ കാര്യം? അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓനക്ക് പിന്നെ വൃത്താകൃതിയിലെടുക്കാം, ലംബാകൃതിയിലെടുക്കാം, ചതുഷ്പുരത്തിലെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊന്നും പറഞ്ഞു തരാൻ അള്ളാഹുവിന്റെ റസൂൽ വിട്ടിട്ടില്ല. അള്ളാഹ് വിട്ടിട്ടില്ല. ഈത്തപ്പന വെക്കുമ്പോ ഇത്ര അടി അകലത്തിൽ വേണം കേട്ടോ ഈത്തപ്പന വെക്കാൻ, നബിതങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. വീടിന് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണം, അതിന്റെ തൂണ് ഇങ്ങോട്ടാവണം, ഇതൊന്നും നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യമില്ല. കാരണം മുആമലാത്തുകൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതിൽ നിഷിദ്ധമായത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. മനസ്സിലായോ? നിങ്ങൾ ഒട്ടകത്തിന് ഭാരം കയറ്റുമ്പോൾ അതിന്റെ മുതുകിന് താങ്ങാൻ പറ്റാത്തത് കയറ്റരുത്, അത് പറഞ്ഞു കൊടുക്കും. കാരണം അത് നിഷിദ്ധമായതാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കും. എന്ത് തിന്നണം, എന്തും തിന്നോളി. തിന്നാൻ പറ്റാത്തതുണ്ടോ അത് പറഞ്ഞു തരും. ഇന്ന തിന്നണ്ട കേട്ടോ, അതിന്റെ അർത്ഥം ബാക്കിയൊക്കെ അതെങ്ങനെ നിങ്ങൾ തിന്നോളി. പറ്റിച്ച് തിന്നാം, കറി വെച്ച് തിന്നാം, വെള്ളം കൂട്ടി തിന്നാം, വെള്ളം കുറച്ച് തിന്നാം, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം.
അവിടെ ഒന്നും ഇടപെടലില്ല. ചിക്കൻ എങ്ങനെ വേണേലും ഉണ്ടാക്കി തിന്നോളി. പക്ഷെ അവിടെ എന്ത് പാടില്ല? പന്നിയും നായും പറ്റൂല. വളരെ ക്ലിയർ അല്ലേ? അതാണ് മുആമലാത്തിന്റെ സ്വഭാവം. വിശാലമാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ ട്ടാ. മുആമലാത്തുകൾ വിശാലമാണ്. എന്തും ചെയ്യാം. അള്ളാഹു നിഷിദ്ധമാക്കാത്തതെന്തും ചെയ്യാം. കുപ്പായം ഏതിടണം? ഇതന്നെ ഇടണമെന്നുണ്ടോ? അതന്നെ ഇടണമെന്നുണ്ടോ? ഇഷ്ടമുള്ളതൊക്കെ ഇടാം. വൽഗറാകാത്ത രൂപത്തിൽ, ആള് കണ്ട ചീത്ത വിളിക്കാത്ത രൂപത്തിൽ ഇടാം. എന്നാ ഒരു പെണ്ണിന്റെ മാക്സി ഇട്ടിട്ട് കൂടെ വരാൻ പറ്റുവാ? ഹലോ, പറ്റൂല. നിങ്ങൾ വീട്ടിൽ നോക്കുമ്പോ കുപ്പായൊക്കെ ഉണക്കിയിട്ടില്ല, തുരുമ്പിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ പെണ്ണുങ്ങളെ നൈറ്റി കിടപ്പുണ്ട്, ഇട്ടിട്ട് വരാൻ പറ്റുവാ? പറ്റോ? എന്തുകൊണ്ട്? പാടില്ല, നിഷിദ്ധാണ്. അതവിടെ കൽപ്പന വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ശരിക്ക് ഞാൻ ഇത് ഇങ്ങനെ പറയണ കാര്യം വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് പഠിച്ചു വെക്കണം. എന്തുകൊണ്ടെന്നറിയോ? ഇപ്പൊ ഇങ്ങനെ പിടുത്തം വിട്ട് അങ്ങോട്ട് പോവാണ് വണ്ടി. കാരണം എല്ലാ അവാന്തര വിഭാഗങ്ങളും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാരി വിതറുമ്പോ ഇത് ഏതാണെന്ന് മനസ്സിലാക്കാതെ കൺഫ്യൂഷൻ ആകാൻ, എന്നിട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാൻ. അല്ല, ഓലെ പറഞ്ഞല്ലോ, അതിൽ വല്ല കാര്യം ഉണ്ടോ? അതിലേക്കൊന്നും പോകണ്ട. അതിനൊക്കെ കൃത്യമായ കണക്കുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുആമലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വിശാലമാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ വാസി എന്ന പദം തന്നെ പ്രയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? വാസി എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, വിശാലാണ്, അത് പറയാൻ പാടില്ല. കാരണം ഇബാദത്ത് അല്ലാഹുവിനാണ്. ആ ഇബാദത്ത് എങ്ങനെ ചെയ്യണം അല്ലാഹു പറഞ്ഞു. തിരിഞ്ഞോ? മനസ്സിലായോ? അപ്പൊ അവിടെ ഞാൻ പറയാൻ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് പറ്റൂല. അത് അല്ലാഹു കണിശമായി കൃത്യമായി പറഞ്ഞിട്ടാണ് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം, ഒരാൾ വന്നിട്ട് പറയാം, ഇന്നിപ്പോ ലോറി കരിക്കാൻ വന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ലോറിക്കാരെ ഒരു 2 റക്അത്ത് കരിച്ചിട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കാം. വച്ച നിങ്ങൾ എന്താ പറയാ? 2 3 നിങ്ങൾ വന്നില്ലേ, അതെന്നെ വലിയ ഖൈർ. അങ്ങനെ പറയോ? പറ്റൂല. അത് 4 തന്നെ കരിച്ച് പറ്റുള്ളൂ. ഒരുത്തൻ പറയാം, എന്റെ ഫ്ലൈറ്റ് പോകും, എനിക്ക് സുബൈക്ക് മുമ്പ് എയർപോർട്ടിൽ എത്താൻ, നിസ്കരിക്കാനുള്ള സമയം കിട്ടൂല. അപ്പൊ അങ്ങനെയൊക്കെ 4 മണി ആയിട്ടുള്ളൂ, 5:30ക്കാണ് ബാങ്ക് കൊടുക്കുക, ഇപ്പൊ തന്നെ സുബൈസ്കരിച്ച് പോയാലോ? പറ്റോ? അല്ല, അത് കുഴപ്പമില്ല, എന്റെ യാത്ര പ്രശ്നമല്ലേ, അതൊരു വിശാലമായതാണ്, അത് ചെയ്തൂട്, അതിൽ പണിയില്ല. എന്റെ വീട്ടിൽ വന്നിട്ട് ഒരാൾ ചോദിക്കാണ്, നിങ്ങൾ പെണ്ണുങ്ങളെ വിളിച്ചു, പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങള് വരുമ്പം കരുവക്ക എന്തെങ്കിലും വാങ്ങിട്ട് പറഞ്ഞിട്ട് വന്നു. അതെ. അപ്പൊ അങ്ങോട്ട് ചോദിക്കാണ്, മീന് വേണോ ഇറച്ചി വേണോ? ആ ഇറച്ചി തന്നെ ബീഫ് വേണോ, മട്ടൻ വേണോ, ചിക്കൻ വേണോ, കാട വേണോ, എമു വേണോ എന്നൊക്കെ. അത് നിങ്ങൾ എന്താ വെച്ചാ വാങ്ങിക്കോളി അല്ലേ? കാരണം എന്താ? അത് വാസിയാണ്, അമ്ര വാസിയാണത്, വിശാലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ളവർ ചെയ്യാം. നിസ്കാരം വാസിയ അല്ല, അതിന് കണിശതയുണ്ട് ഇല്ലേ? ലൊഹറും അശറും ജംഉം ഖസറുമാക്കി നിസ്കരിക്കാം. അതെങ്ങനെ? അതിന് കൃത്യമായ നിബന്ധന ഉണ്ട്. അശറും ലൊഹറും ഇങ്ങോട്ടും ആക്കാം, മഗ്രിബും ഇശയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം, സുബഹി എങ്ങോട്ടും ആക്കാൻ പറ്റൂല. ചുരുക്കാനും പറ്റൂല, കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റൂല. നിക്കാൻ പറ്റൂല, ഇരുന്നോളി. ഇരിക്കാൻ പറ്റൂല, ചെരിഞ്ഞിടന്നോളി, അല്ലെങ്കിൽ മലന്ന് കിടന്നോളി, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചോളി. ഒതുവെടുക്കാൻ പറ്റൂല, തൈമം ചെയ്തോളി. തൈമം ചെയ്യാൻ പറ്റൂലെങ്കിൽ എങ്ങനെയാണോ ചിക്കരിക്കാൻ പറ്റുന്നത് അങ്ങനെ നിസ്കരിച്ചോളി. നല്ല കുപ്പായം കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ള കുപ്പായത്തിൽ നിസ്കരിച്ചോളി. കുപ്പായം ഒന്നും കിട്ടിയില്ല, ഒരിയാനാണ്, ഒരിയാനായിട്ട് തന്നെ നിസ്കരിച്ചോളി. അതാണ് ഈ വാസി എന്ന് പറഞ്ഞാൽ. പക്ഷെ ചെയ്യേണ്ട പണി എന്ത് തന്നെ ഇരിക്കും? ചെയ്യേണ്ട പണി എത്ര തന്നെ? 4 റക്അത്ത് തന്നെ. അതിൽ വാസി എന്ന് പറയാൻ പറ്റൂല, അതിനാൽ തന്നെ അതിന്റെ ചെയ്യുന്ന രൂപങ്ങളിൽ എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ചില നിബന്ധനകൾ പാലിക്കണം. ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹുവിന്റെ റസൂലാണ് നമ്മൾക്ക് പഠിപ്പിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ഇതിനപ്പുറത്തേക്ക് ഒരാൾ കടന്നാൽ അയാൾ പുത്തൻവാദിയാകും. അയാൾ
മുബ്തദിആയി മാറും. ഞാൻ രണ്ട് കാര്യങ്ങൾ ഇനിയാന്ന് പറയാൻ പോകാം, ശ്രദ്ധിച്ചിരുന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ഇത്തിബായിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യൻ അവന്റെ ഇത്തിബായിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നതിനെ സംബന്ധിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നതിന് യാതൊരു സംശയവും ആർക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? ആ ഇത്തിബായിൽ പിന്നെ 6 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഇത്തിബാ പൂർത്തിയാകുക. 6 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് സബബാണ്, കാരണം. ഒരു ഇബാദത്തിന് ഒരു കാരണം ഉണ്ടാവും. ആ കാരണം എന്തായിരിക്കണം? അത് അള്ളാന്റെ റസൂല് നമുക്ക് പരിചയപ്പെടുത്തി തന്ന കാരണമായിരിക്കണം. കേട്ടോ? അപ്പൊ നോക്കുങ്ങള്, ഒരാള് ഒരു സബബുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇബാദത്ത് എടുക്കുന്നത്. അത് ശറഅായ രൂപത്തിൽ ശറഅായി പഠിപ്പിക്കപ്പെട്ടതല്ല. ആ കാരണം ശറഈയായ കാരണമല്ലെങ്കിൽ അത് ബിദ്അത്താകും, അത് തള്ളപ്പെടും. ഏതുപോലെ? 27-ാം രാവ് റമളാനിൽ. കേട്ടോ, 27-ാം രാവ് റമളാൻ. ആ 27-ാം രാവ് ഇഹ്യാ ചെയ്യുക എന്നത് പഠിപ്പിക്കപ്പെട്ട സംഗതിയല്ലേ? അല്ലേ? 27-ാം രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ രാത്രി ഹയാത്താക്കണം, ഇല്ലേ? കാരണം എന്താ? ആ ദിവസത്തിന്റെ പ്രത്യേകത. അതിന്റെ കാരണം എന്തായിരുന്നു? ലൈലത്തുൽ ഖദർ. ക്ലിയർ അല്ലേ? എന്നാൽ ഒരാള് റജബ് 27-ന്റെ രാത്രി അയാൾ ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഹയാത്താക്കുന്നു. എന്നിട്ട് എന്താണ്? അയാൾ അതിന്റെ കാരണം പറഞ്ഞു, ആ രാത്രി ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയാണ്. ഈ പണി ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? തെറ്റാണ്. എന്തുകൊണ്ട്? റജബ് 27-ന് രാത്രി ഹയാത്താക്കി ഇബാദത്തെടുത്ത് തഹജ്ജുദ് ചെയ്യാൻ അള്ളാന്റെ റസൂലിന്റെ കൽപ്പന ഇല്ലാന്ന് മാത്രല്ല, ഇസ്രാ മിഅ്റാജിന്റെ രാത്രി ഇങ്ങനെ ചെയ്യണം എന്നൊരു കാരണം, അങ്ങനെ ആകാനുള്ള കാരണം ഇസ്രാ മിഅ്റാജ് ആണ് എന്നതും ശറഇൽ ഇല്ലാത്തതാണ്. ക്ലിയറായോ? അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ആ ചെയ്യുന്ന കാര്യത്തിന്റെ കാരണം എന്തായിരിക്കണം? ശറഈയാവണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാവണം. ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അതിനോട് ചേർത്ത് വെച്ച് ഇതും ചെയ്തുകൂടെ? പറ്റൂല. മനസ്സിലായോ? അള്ളാന്റെ റസൂൽ പ്രവാചകനായി എത്ര കൊല്ലം ജീവിച്ച്? 1 കൊല്ലം അല്ലല്ലോ, 23 കൊല്ലാണ് ജീവിച്ചത്. ആ 23 കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വർഷവും മാറി മാറി വരുമ്പോ ഓരോ കാലഘട്ടത്തിലും സംഭവിച്ച സംഭവ വികാസങ്ങളുമായി ചേർന്നുകൊണ്ടുമെല്ലാം ചെയ്യാവുന്നതിന്റെ വിഷയങ്ങളുടെ എല്ലാം പരിസമാപ്തി കുറിച്ചിട്ടാണ് ആര് പോകുന്നത്? അപ്പോഴേക്ക് ബദർ കഴിഞ്ഞിട്ടുണ്ട്. ബദർ കഴിഞ്ഞതിന് പിറ്റേ ദിവസം റസൂൽ മരിച്ചിട്ടില്ല. ഉഹദ് കടന്നിട്ടുണ്ട്. ഉഹദിന്റെ പിറ്റേ ദിവസം റസൂൽ മരിച്ചിട്ടില്ല. ഖന്തക്ക്, ഹുനൈന്, ഖൈബർ, അങ്ങനെ തുടങ്ങി പിന്നീട് ശരീഅത്തുകൾ, നബിതങ്ങൾ വിട്ട യുദ്ധങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചോ? ഇസ്രാ മിഅ്റാജ്, ഹിജ്റ, ഇതെല്ലാം അവിടുത്തെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം കടന്ന് വർഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അള്ളാന്റെ റസൂല് എന്ത് കാര്യമാണോ ചെയ്തു കാണിച്ചത് ആ കാര്യത്തിനപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് പാടുള്ളതേ അല്ല. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കണേ.
ഇത് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളോട് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് അവരെ സുന്നത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവന്ന അസ്വലാണ് അല്ലേ. ഇന്നിപ്പോ എന്താ, അത് കുഴപ്പമില്ലല്ലോ, അത് പിന്നെ ഇന്ന പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, ഓലൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, മറ്റേ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ആ നാട്ടിലൊക്കെ അങ്ങനൊക്കെ ശൈഖമാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങളാ വലിയ ആലിമീങ്ങള്, ഓലല്ലേ വലിയ ആലിമീങ്ങള്. ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന അഫ്ദലുമ പാസ്സായ ആളുകളുടെ പോലും അതിന്റെ പോലും കാര്യപ്രാപ്തി ഇല്ലാത്ത ഫത്വകൾ കേൾക്കാൻ ചില ആളുകൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ പൂർവികരുടെ ഒരു പ്രത്യേകത എന്താ നിങ്ങള്, കണിശമാണത്. ഓരോന്നും അതിന്റെ കണിശം നൂലിങ്ങനെ പിടിച്ച് വെച്ച മാതിരിയാണ് നമ്മുടെ പണ്ഡിതന്മാർ ക്ലിയർ ആക്കി പോയത്. മനസ്സിലായോ? അന്നുണ്ടായിരുന്നു ലോകത്തുടനീളം ഇജാതി എല്ലാ കളികളും, പക്ഷെ അതിലേക്ക് വിടാതെ ആ നൂലൊരു പിടുത്തങ്ങട്ട് പിടിച്ചു. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന ചര്യ. ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണ്ട, കടക്കണ്ട. അപ്പൊ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് ജിൻസാണ്. ജിൻസ് എന്ന് പറഞ്ഞാൽ വർഗം, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതേപോലത്തെ ഇതേ സാധനം, ഒരേപോലെയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മനുഷ്യൻ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നു. ആ ഇബാദത്ത് എടുക്കുമ്പോ ആ വകുപ്പ്, ആ വർഗം, ആ സാധനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനായി പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെട്ടില്ല. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂലേ അല്ലേ? ഉളുഹിയ്യത്ത് അറുക്കണം. എന്തിനാണ് അറുക്കേണ്ടത്? ആട്, മാട്, ഒട്ടകം. സംശയമില്ലല്ലോ. കോയിനെ അറുക്കാൻ പറ്റൂലല്ലോ. വേണ്ട. കോയി പറവേന്റെ കൂട്ടത്തിൽ പെട്ടവിടാം. എന്നാൽ കുതിരനെ അറുക്കാൻ പറ്റുമോ? അതായത് ഒരു ജിൻസാണല്ലോ ഇത്. എന്ന് വെച്ചാൽ മൃഗം എന്ന ജിൻസിൽപ്പെട്ടതാണല്ലോ ഇത്. അതായത് ആട്, മാട്, ഒട്ടകം, അതിനും 4, ഇതിനും 4, അതിനൊരു തല, ഇതിനൊരു തല, അതിനൊരു വാല്, ഇതിനൊരു വാല് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും പോത്തിനെ പോലെ, മൂരിയെ പോലെ, പശുവിനെ പോലെ, എരുമയെ പോലെ, ഒട്ടകത്തെ പോലെ, ഇപ്പുറത്ത് കുതിര. അതിനറക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ പറ്റാത്തത്? എന്തുകൊണ്ട് പറ്റൂല? ആ പറ്റാത്ത കാരണം എന്താ? لأن الأضاحي لا تكون إلا من جنس بهيمة الأنعام وهي الإبل والبقر والغنم. കാരണം കുതിര ഉള്ള നാട്ടിലാണ് ആരുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നത്. കുതിരനെ ഒരാൾ പിടിച്ച് അറുക്കാൻ പറഞ്ഞാൽ ആരും തടുക്കാനും വരൂലായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4, കാരണം അല്ലാഹ് നമ്മളോട് പറഞ്ഞ അങ്ങനെയാണ്, ആ പണി പറഞ്ഞു തരില്ല റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി. അപ്പൊ കുതിരനെ ഇറക്കാൻ പറ്റൂല. അപ്പൊ ഒരേ വർഗം, മൃഗല്ലേ, മൃഗായതുകൊണ്ട് ചെയ്തൂടെ? നമ്മളെ ഹക്കീം അസ്ഹരി ഒരിക്കൽ പറഞ്ഞല്ലോ, കോയിനെ ഇറക്കാന്ന് വേണമെങ്കിൽ ഉളുഹിയ്യത്തിന്, കാരണം ഇറച്ചിയായ മതി എന്ന് പറഞ്ഞു. ഓൻ അസ്ഹരീന്ന് എങ്ങനെയാ പറയണത് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലല്ലേ? എന്ന് പറഞ്ഞാൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി വർഷങ്ങളോളം പഠിച്ച് സനത് എടുത്തു വരുന്ന ആളുകളെയാണ് എന്ത് വിളിക്കുക? അസ്ഹരി എന്ന് വിളിക്കാം. അതിന്റെ മുറ്റത്ത് പോയി കുറച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നിട്ട് ഇവിടെ വന്നിട്ട് ആ പേര് ഉപയോഗിക്കാൻ. ഓനിക്ക് നല്ലൊരു പേരുണ്ട്, സഖാഫി. ഓനത് പറയൂല. ഓന് അതിന് തന്നെ ഓനിക്ക് തന്നെ ഒരു ഷെയ്മാണ്. അതൊരു മോശം തോന്നിയാണ്. അപ്പൊ കുറച്ചും കൂടെ വെയിറ്റ് ഉള്ള പേര് പറയാം, അസ്ഹരി. അപ്പൊ മൂപ്പര് പൊട്ടിച്ച് മൂപ്പര് പറഞ്ഞ എന്ത്? കോയിനെ വേണം അർക്കാൻ. അത് അർക്കൽ ബിദ്അത്താണ്. കാരണം അത് മുവാഫിഖു സുന്നയല്ല, അത് മുഖാലിഫു സുന്നയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ജിൻസ് അല്ല ഇവൻ എന്ത് ചെയ്ത് അർക്കാൻ വേണ്ടി എടുത്തത്. അതുകൊണ്ട് തന്നെ അത് ഇത്തിബാ അല്ല, അത് മുഖാലിഫുൽ സുന്നയാണ്. ക്ലിയർ ആയോ? ഇനി ഇതിങ്ങനെ ഈ അസലിങ്ങനെ പഠിച്ചുകൊണ്ട് എന്തിനാണെന്നറിയോ? നാട്ടിലുണ്ടാകുന്ന വിഷയം വരുമ്പോ അതിനെ ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് പരിശോധിച്ചിട്ട് മറുപടി കൊടുക്കണം. അന്നപ്പെട്ട് ഇങ്ങനെ ഇരുന്നാ പറ്റൂല. അപ്പൊ അങ്ങനെ നോക്കണം, അതിങ്ങനെയാണല്ലോ, പറ്റൂല, എന്തുകൊണ്ട് അതിങ്ങനെയാണ്.
അങ്ങക്ക് തിരിഞ്ഞോളൂ, ഓർക്ക് തിരിഞ്ഞോ തിരിഞ്ഞില്ലോ എന്നൊരു വിഷയമല്ല ഇവിടെ. ഇതിന് പറഞ്ഞതിന് എതിര് പറ. ആ ഇമാമിന് ഈ ഇമാമിന് തിരിഞ്ഞോ ഇല്ലേ എന്നുള്ള വർത്താനം ഇവിടെ ഇല്ല. ഇപ്പൊ നോക്ക്, നിങ്ങൾ ഉദാഹരണം പറയാം. മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗൽഭ പണ്ഡിതൻ, ധാരാളം ഹദീസുകൾ മനപ്പാടമുള്ള മുഹദ്ദിസ്, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ തലനാരിഴ കീറി ചർച്ച ചെയ്യുന്ന പണ്ഡിതൻ. അദ്ദേഹമാണ് ജനങ്ങളോട് പറഞ്ഞു, സുബൈ നമസ്കാരത്തിൽ അതിന് ബാങ്ക് കൊടുക്കുമ്പോ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയുന്നത് ഞാൻ വെറുക്കുന്നു. ആ കാലഘട്ടം കഴിഞ്ഞുപോയി. പിൽക്കാലത്ത് എത്രയോ കഴിഞ്ഞിട്ടാണ് ഇമാം നവവി വരുന്നത്. ഇമാം നവവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ തസ്ബീബ് വേണം, അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയണം. അത് സ്വഹീഹായ ഹദീസിലുള്ളതാണ്, സ്വഹീഹ ഹദീസിലുള്ളതാണ്. അത് ഷാഫി ഇമാം പറഞ്ഞതിനെതിരല്ല. കാരണം ഷാഫി ഇമാം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി ഹദീസ് സ്വഹീഹായി നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ സ്വീകരിച്ചോളി, എന്റെ വാക്കുകൾ മാറ്റി വെച്ചോളി എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഒരാൾ വന്നിട്ട് പറയാൻ, ഷാഫി ഇമാമിന് കിട്ടാത്തൊരു ഹദീസ് നബി ഇമാമിന് കിട്ടി, നിങ്ങൾ പറയണ എന്ന് ചോദിച്ചാൽ പോയത് ചങ്ങായി എന്ന് പറയാ. മനസ്സിലായോ? അതിന്റെ ഷാഫി ഇമാം എന്ന് പറഞ്ഞ നബിയ ആണോ? നബിയായിട്ട് അള്ളാഹ് റസൂലിനെ അയച്ചിട്ടുള്ളൂ. അള്ളാഹ് റസൂലിനെ മാത്രമേ കണ്ണും പൊട്ടി ഫോളോ ചെയ്യേണ്ടുള്ളൂ. വേറെ ആരും എന്ത് ചെയ്യണ്ട. കണ്ണും പൊട്ടി ഓല് പറഞ്ഞ ശമീന വത്തൈന എന്ന് പറഞ്ഞ് പിന്നാലെ പോകില്ല നമ്മളാരും. അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഇപ്പൊ കാണുന്ന കളി അതാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. ആ ഇമാം പറഞ്ഞു, മൂപ്പര് പറഞ്ഞിട്ടില്ല, ഓക്കെ. അള്ളാന്റെ റസൂലിനേക്കാളും മേലെ ആ ഇമാമാണ്. അതുകൊണ്ട് നമ്മളോട് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ആളുകൾ പറയുന്നത്, ഇവർക്ക് ഇമാമിയങ്ങളോടൊന്നും താല്പര്യമില്ല. അതെ, ഞങ്ങൾക്ക് ഇമാമിയങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാകും. എപ്പോ അള്ളാന്റെ റസൂൽ, പരിശുദ്ധ ഖുർആൻ ഇവയോട് യോജിച്ചു പറയുന്ന ഏത് ഇമാമിനോടും താല്പര്യമുണ്ട്. അതിനെതിര് പറഞ്ഞാണോ ആ ഇമാമിനോട് നമുക്ക് എന്തില്ല, ആ വിഷയത്തിൽ യോജിക്കാൻ കഴിയില്ല. ആ വിഷയത്തിൽ യോജിക്കുന്നില്ല എന്ന് വെച്ചാൽ ബാക്കി എല്ലാത്തിലും യോജിക്കാൻ പാടില്ല എന്നാ അങ്ങനെ ഒരു സ്ലിപ്പറാണ് ചില ആളുകൾ ഉണ്ടായിക്കൊണ്ടുവരാണ്. ഒരു ഇമാമ് പറഞ്ഞൊരു അബദ്ധം പറ്റിയെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞത് ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? അത് പുതിയൊരു അസുരം ഉണ്ടായിക്കൊണ്ടു ചില ആളുകള്. മനസ്സിലായി പറഞ്ഞു. അപ്പൊ ഒരു പണ്ഡിതൻ പറയാണ്, ഉദാഹരണം പറയാം, സുബഹിയിൽ കുനൂത്തില്ല എന്നൊരാൾ പറഞ്ഞു. ഒരു ഇമാം പറഞ്ഞു, കാരണം ഹദീസിലില്ല, റസൂൽ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. പല ആളുകളും പറഞ്ഞത് ബിദ്അത്താന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇല്ല എന്നൊരാൾ പറഞ്ഞു. അതേ ഇമാമ് പറഞ്ഞു, തറാവീഹ് 23 അല്ല, എത്രയും നിസ്കരിക്കാം. മനസ്സിലല്ലേ? അപ്പൊ നമ്മൾ ആ ഇമാം പറഞ്ഞു സുബഹിയിൽ കുനൂത്തില്ല എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരുത്തൻ വന്നിട്ട് പറയാൻ, അയാളാണല്ലോ 23 നിങ്ങൾക്ക് 23 നിസ്കരിക്കാൻ പാടില്ലല്ലോ, അയാൾ 23 നിസ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വരുമ്പോ അയാൾ പറഞ്ഞ് ഇത് നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും? പിടിയല്ലേ ചങ്ങായി? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തെ നമ്മൾ മുന്നിൽ വെക്കുന്ന മാനദണ്ഡം എന്താണ്? അദ്ദേഹം പറഞ്ഞ വാക്കിനെ അദ്ദേഹത്തിന്റെ പ്രമാണത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്വീകരിച്ചത്. അല്ലാതെ അയാളെ ചൊർക്ക് കണ്ടിട്ട് അംഗീകരിച്ചല്ല, അദ്ദേഹത്തിന്റെ വലിപ്പം കണ്ടിട്ടും അംഗീകരിച്ചതുമല്ല. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ ഇപ്പൊ കാന്തപുരത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. എന്തൊരു ചൊർക്കപ്പോഴും അല്ലേ? ഇപ്പോഴും എന്തൊരു ഹൈബത്തിലെ മൂപ്പരിങ്ങനെ നടക്കണത് അല്ലേ? അല്ലെ? അങ്ങനെയാണ് പിന്നാലെ പോകാൻ പറ്റും നമുക്ക്? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. വിഷയം എന്താ? പ്രമാണം ആരുടെ കൂടെയാണോ അതാണ്. മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ്, അല്ലാഹു മഗ്ഫിർ ലഹു വറഹമഹു, ഉമർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹത്തിന് സൽസബിയിൽ എഴുതിയൊരു വാചകമുണ്ട്. എന്ത്? ആളെ നോക്കണ്ട, തെളിവ് നോക്കിയാ മതി. പറഞ്ഞ ആളാരോ നിങ്ങൾ നോക്കണ്ട, അയാൾ പറഞ്ഞ പ്രമാണം നോക്കിയാ മതി. അത് ശരിയാണോ സ്വീകരിച്ചോളി. അത് പറഞ്ഞ ആള് ചിലപ്പോ അരക്കൈ മാത്രം കുപ്പായിട്ട് അടക്കണ മനുഷ്യനായിക്കാരം. ഈ മുറിക്കയ്യം പറഞ്ഞാൽ സ്വീകരിക്കാം എന്ന് പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് പ്രമാണാണോ? സ്വീകരിക്കണം.
കേരളത്തിലെ ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ബരപ്പാള് അത് ജീവിക്കൂല. എന്നാ സൗദിന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ഷെയ്ഖ് എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അത് ഭയങ്കര സംഭവം കേട്ടോ. അതെന്താ, മൂപ്പര് അറബിയാണ്, ഇയാള് മലയാളിയാണ്. ഇതല്ല മാനദണ്ഡം. മാനദണ്ഡം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും പ്രമാണത്തെ കൃത്യമായി ഉൾക്കൊണ്ട് ആര് പറഞ്ഞോ സ്വീകരിക്കണം. അപ്പൊ ക്ലിയർ ആയപ്പോ രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് ഖദ്റാണ്. അൽ ഖദ്ർ, ഓരോന്നിന്റെയും നിർണയം, തോത്. അപ്പൊ എന്ത് ചെയ്യണം? ഇത്തിബാഅ് കൃത്യാവണമെങ്കിൽ എന്ത് വേണം? ആ പറയപ്പെട്ട തോത് കൃത്യാവണം. ഇതാണ് ഞാൻ പറയാം. فلو أراد إنسان أن يزيد صلاة على أنها فريضة أو ركعة في فريضة فعمله ذلك بدعة مردودة لأنها مخالفة للشرع في المقدار أو العدد. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ 4 റക്അത്ത് എണ്ണം കൃത്യമാക്കി തന്നു. അവിടുന്ന് ജീവിതകാലം മുഴുവനും എത്ര നിസ്കരിച്ചിട്ടുള്ളൂ? 4 റക്അത്ത്. എന്നാൽ 4 റക്അത്ത് എന്നുള്ളത് 3 ആക്കി കുറക്കാനും പറ്റൂല, 5 ആക്കി കൂട്ടാനും പറ്റൂല. മനസ്സിലായോ? അപ്പോ ഇനി സുബഹി നമസ്കാരം 2 റക്അത്തേ ഉള്ളൂ. വല്ലാത്ത കുറെ ദൂരത്തുനിന്ന് തണുപ്പും പിടിച്ച് വിഷമിച്ച് ഓടി വരികയാണ്. 2 നിൽക്കണ്ട, ഒരു 4 അങ്ങോട്ട് അടിച്ചേക്കാം. പറ്റൂല. കാരണം ഇത്തിബാഇലെ ഖദർ എന്താണോ ഖദർ നിൽക്കണം. അതാണ് കണിശത. അപ്പോഴേ ഇത്തിബാഉള്ളൂ. നിങ്ങളോ റമദാനാണ്. റമദാനിലെ രാത്രി നിസ്കാരത്തിന് എണ്ണ എത്രയാ? 11. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നവരെ ഹിജ്റ 2-ാം വർഷം ശഅബാനിലാണ് റമദാൻ നോമ്പ് നിർബന്ധാക്കുന്നത്. ശ്രദ്ധിച്ചോണേ, ഹിജ്റ 2-ാം വർഷം ശഅബാനിലാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത്. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ നേരത്തെ ഉള്ള സംഗതി തന്നെയാണ്. പക്ഷെ റമദാനിലെ നിസ്കാരം നമ്മൾ ചർച്ച ചെയ്യുന്നപ്പോ റമദാനിലെ രാത്രി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവിടുന്ന് വഫാത്താകുന്നവരെ നബി തങ്ങൾ രാത്രി നിസ്കരിച്ച എണ്ണം 11. മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇപ്പടെ മുജാഹിദുകൾക്കിടയിൽ ഓലിങ്ങനെ വർത്താനം പറയാൻ ആ കുഴപ്പമൊന്നുമില്ല, അമ്ര വാശിയല്ലേ, അത് 11 23 എത്രയായിട്ട് നിക്കരിച്ചോട്ടെ. എന്റെ വീട്ടിലെ കാര്യം എല്ലാവരും ചങ്ങായി ഇപ്പൊ പറഞ്ഞത്. ഇത് അള്ളാന്റെ ദീനിന്റെ കാര്യമാണ് പറയുന്നത്. എന്റെ വീട്ടിലെ കാര്യമാണ് ഇജ്ജ് പറഞ്ഞോളി. അത് കോഴി മേടിക്കോ, പോത്തു മേടിക്കോ, മീൻ മേടിക്കോ, എന്ത് വിശാലാക്കി ചെയ്തോളി. ഇത് അള്ളാന്റെ ദീന. അല്ല, ആ ഇമാമിങ്ങൾ അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. കാരണം അവരെ ആരെയും അള്ളാഹു പ്രവാചകനായി ഇങ്ങോട്ട് അയച്ചിട്ടില്ല. പ്രവാചകനായി അയച്ചത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. അവിടുത്തെ ജീവിതം എന്താണെന്ന് കൃത്യവും കണിശവുമായി സ്വഹാബികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. താബിഈങ്ങൾ അത് വ്യക്തമായി ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് എന്ത്? എത്രയാണ്? 11. അതിനേക്കാൾ കൂടുതൽ റസൂൽ നിസ്കരിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിൽക്കണം. അതിനപ്പുറത്തേക്ക് ഖദർ കൊണ്ടുപോയാൽ എന്റെ നിസ്കാരം ഇത്തിബാ അല്ല, മുഖാലിഫു സുന്നയാണ്. മനസ്സിലായോ? അപ്പൊ ചോദിക്കാം, ഇപ്പൊ ചില ആളുകൾക്കൊക്കെ പറയാം, അല്ല അത് അങ്ങനെ അങ്ങോട്ട് കട്ടുപിടുത്തം പിടിക്കേണ്ടതുണ്ടോ? നമ്മള് കട്ടുപിടുത്തം പിടിക്കേണ്ടതുണ്ടോ? അതങ്ങോട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്ത പോലെ. ഒക്കെ അങ്ങോട്ടാ പോണേ. അപ്പൊ അതെന്താ കാര്യം, എല്ലാവർക്കും ഈ മസ്ജിദ് പിന്നെ മക്കയും മദീനയും എല്ലാവർക്കും ചില കാര്യങ്ങൾക്ക് ഇഷ്ടം, ചില കാര്യങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ അങ്ങോട്ട് ചൂണ്ടാൻ പറയും, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ ഒരു ചൂണ്ടാൻ പാടില്ല. ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ ആ 2 സ്ഥലവും ദീനിന്റെ പ്രമാണമേ അല്ല, ദലീലേ അല്ല. ദലീൽ അൽ ഖുർആനു വസുന്ന. ഒരു നാടും ദലീലല്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയേണ്ടത് നമ്മളോട്? അല്ലാഹു നമ്മളോട് പറയേണ്ടത്
എന്നല്ല ഖുർആൻ പറയേണ്ടത്. എന്താ ഖുർആൻ പറഞ്ഞത്? അള്ളാഹിലേക്ക് റസൂലിലേക്ക് മടയിക്കോളി. ഖുർആനിലുണ്ടോ? പ്രവാചകചര്യയിലുണ്ടോ? മാത്രം നോക്കിയാൽ മതി. മക്കക്കാര് ചെയ്തോ? മദീനക്കാര് ചെയ്തോ? ഇറാഖുകാര് ചെയ്തോ? ഇന്ത്യക്കാര് ചെയ്തോ? അജാതി വർത്താനൊന്നും വിടില്ല. മനസ്സിലായോ? അപ്പൊ ശരിക്കും ഖദർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ തോതെന്താണ്? അള്ളാഹുവിന്റെ റസൂൽ എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? എന്തായാലും 30 ദിവസം നോമ്പെടുത്തല്ലേ. അതുകൊണ്ടൊരു കാര്യം ചെയ്തേക്കാം, നമുക്ക് കുറച്ച് അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് കൊടുത്തേക്കാം. അല്ല, അതിന് തോതുണ്ടല്ലോ അല്ലേ? എത്രയാണ് ഒരു സാഅൻ? ഒരു എത്രയാണ്? ഇപ്പൊ ചില ആളുകളൊക്കെ സാഇന് ഇങ്ങനെ മണ്ടി നടക്കാൻ. മദീനത്തൊരു സാ ഉണ്ടായിരുന്നു, അത് കിട്ടണമായിരുന്നു. ഏടെ ചങ്ങായി, അന്നോട് അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു തന്നത്? 2 കൈ കൊണ്ട് ഒരാള് വാരിയിട്ടാൽ എത്രയാണോ ധാന്യം കിട്ടുന്നത്, എത്രയാണോ താമ കിട്ടുന്നത്, അതാണ് ഒരു മുത്ത്. അങ്ങനത്തെ 4 മുത്തിട്ട് എന്തായി? ഒരു സായി. അതിന് സാഴ് പാത്രം അന്വേഷിച്ചടക്കാൻ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഒന്നും അല്ലാഹു റസൂൽ പഠിപ്പിച്ചില്ല. അത് ഇത്രയാണ് അതിന്റെ ഖദർ. അത് കൊടുക്കണം. മനസ്സിലായോ? അതെപ്പോ കൊടുക്കണം? ഉമർ ഇബ്നുൽ ഖത്താബ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, 2 ദിവസം മുമ്പേ ഞങ്ങൾ നുഖ്രിജു സക്കാത്തുൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈൻ. 1-2 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ഫിത്ർ സക്കാത്ത് കൊടുത്തിരുന്നു. പൈസ വാങ്ങിയെന്നല്ല കേട്ടോ പറഞ്ഞു, നിങ്ങൾ സ്വരൂപിച്ചു എന്നല്ല, ഇഖ്റാജ് ചെയ്തിരുന്നു. അത് ആളുകൾക്ക് വിതരണം ചെയ്തിരുന്നു. 2 ദിവസം മുമ്പ് തന്നെ കൊടുക്കലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഞാൻ പറഞ്ഞു വരുന്നത് എത്ര സക്കാത്തിന്റെ ഖദർ. സക്കാത്തിന്റെ ഖദർ എന്താ? അതിപ്പോ അത് പറയുമ്പോ ഒരു സംഗതി പറയാം. ഞാനൊരു കാര്യം അടുത്ത ദിവസം പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അത് എപ്പോഴും ഞാൻ ഇപ്പൊ പറയണില്ല. ചില സംഗതികളൊക്കെ, ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടുന്ന, ശക്തമായി പറയേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അപ്രിയ സത്യങ്ങളാണെങ്കിലും പറയേണ്ടി വരും. കാരണം സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരെ തിരിച്ചു പിടിക്കൽ നിർബന്ധമാണ്. സക്കാത്ത് എല്ലാവരും സക്കാത്ത് കണക്കൂട്ടുന്നത് റമളാനിലാണ് സക്കാത്ത്. അങ്ങനെയാണോ ഇസ്ലാമിന്റെ നിയമം? അത് ഓരോരുത്തർക്കും നിസാബ് പൂർത്തിയാകുന്നത് കണക്ക് വെച്ച് ഹൗല് പൂർത്തിയാകാന്നാണ്. അത് ചിലപ്പോ കൊടുക്കൽ എന്തായിരിക്കും? റമളാനിൽ. പക്ഷെ ഒരു കാര്യം കേട്ടോ, നിങ്ങളുടെ സക്കാത്തിന്റെ ടൈം വർഷം പൂർത്തിയായത് നിങ്ങൾക്ക് റജബിലാണോ എങ്കിൽ എന്ത് ചെയ്യണം? റജബിൽ നിങ്ങളത് കൊടുക്കണം, മാറ്റിവെക്കണം. നീ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തില്ല, മാറ്റിവെച്ചു, കണക്കും മാറ്റിവെച്ചു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. എന്തുകൊണ്ട്? റമളാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചുപോയാല് ഇത് സക്കാത്തിന്റെ മുഹിതമായിട്ട് ഇങ്ങോട്ട് പോകൂല. കുട്ടികൾ അടിച്ചു മാറ്റും. ആരാ മുതലെന്നറിയോ? നമ്മളെ മക്കളൊക്കെ. അനന്തരാവകാശികൾ എന്താ മുതലെന്നറിയോ? അങ്ങനൊന്നും കൊടുക്കൂല, അതങ്ങോട്ട് അടിച്ചു മാറ്റും. അപ്പൊ ഇവൻ സക്കാത്തിന്റെ വീതമായി മാറ്റിവെച്ച ഹറാമായിരിക്കും എന്ത് ചെയ്യാ ആ കുട്ടികള് തിന്നേണ്ടി വരിക. അതുകൊണ്ട് അതിന്റെ കാരണക്കാരനാരാ? ഇയാൾ തന്നെയാണ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം? വെറുതെ ആണോ അല്ലാഹുവിന്റെ റസൂൽ പറയണത്? ഒരു മുഅ്മിൻ 3 ദിവസത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യണം? വസിയത്ത് ഓന്റെ തലേന്റെ കീഴിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. സക്കാത്ത് കണക്കൂട്ടി കൊടുക്കണം. എത്ര കണക്കൂട്ടണം? കണക്ക് കൂട്ടന്നെ വേണം. കണക്കൂട്ടി 2.5 കൊണ്ട് പറ്റണം. അത് എന്റെ അല്ല, വലിയ ഔദാര്യമായിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കൊന്നും വേണ്ട. എന്റെ അല്ലാതെ അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര്. പിന്നെ നിങ്ങളെ സക്കാത്ത് കിട്ടിയില്ലല്ലോ, ഞാൻ എന്താ വെച്ചാൽ തന്നേക്കാം. എന്റെ പെണ്ണുങ്ങള് ഭക്ഷണത്തിന് ചോദിച്ച പൈസ അത് അല്ലല്ലോ. പിന്നെന്താ? ഇത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അവകാശമാണ്, അതിച്ച് കൊടുക്കേണ്ടതാണ്. എന്റെ ഔദാര്യമല്ല, എന്റെ ഇഷ്ടത്തിന് ചെലവഴിക്കാനുള്ളതുമല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പൊ മഹലിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയാം? മഹലില് മഹാനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാഹ് 923 മെയ് 5, 6 തീയതികൾ
നോട്ട് ചെയ്യപ്പെടേണ്ടുന്ന ഡേറ്റ് ആട്ടത്. കേരള ചരിത്രത്തിലെ ദിശ മാറ്റുന്ന തരത്തിൽ ഉണ്ടാക്കിയ 12 വിഷയങ്ങൾ പെരുമാതുറയിലെ മുസ്ലിം ജമാഅത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ 12 കാര്യങ്ങൾ പാസാക്കി. അതായത് മുസ്ലിം സമൂഹത്തിന്റെ വലിയ പുരോഗതിയെ മുന്നിൽ കണ്ടുകൊണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ടീം എഴുതി ഉണ്ടാക്കിയ 12 പരിപാടികളുണ്ട്. എന്നാണത്? 923 മെയ് 5, 6 പെരുമാതുറയിലാണ്. 923 എന്ന് പറയുന്നത് ശ്രദ്ധിക്കണങ്ങള്. 923 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. 21 മുസ്ലിം സമുദായം മാപ്പിള സമൂഹത്തെ, മലബാറിലെ മുസ്ലിമീങ്ങളെ കശക്കി എറിഞ്ഞ് ചവിച്ചു തുപ്പിയിട്ട് അവർ ഏറ്റവും താഴെ പോയി കിടക്കുന്ന സമയം. അതിൽ നിന്ന് പിച്ച വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ആ സമയത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പെരുമാതുറയിൽ വെച്ച് മുസ്ലിം ജമാഅത്തിന്റെ അഥവാ അന്നത്തെ ഒരു സമാജത്തിന്റെ ഒരു യോഗത്തിൽ, സമ്മേളനത്തിൽ 12 പരിപാടികൾ, 12 കാര്യങ്ങൾ എഴുതി. 12 ഞാൻ അവിടുന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ ഒന്നാമത്തെ കാര്യമുണ്ടോ, ഇന്നും നമ്മളെ മഹല്ലുകൾ നടപ്പിലാക്കിയിട്ടില്ല. ഇന്നും നടപ്പാക്കിയിട്ടില്ല. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഓരോ മഹല്ലുകളും അവരുടെ ആൺ പെൺ കണക്ക്, ആണുകളുടെ പെണ്ണുങ്ങളുടെയും സെൻസസ്. 2 അവരുടെ സാമ്പത്തിക അവസ്ഥ, അവരുടെ കാർഷിക വിഭവങ്ങൾ, ഇതെല്ലാം കൃത്യമായി എന്ത് ചെയ്യണം? സെൻസസ് എടുത്ത് മഹല്ലുകൾ ഡാറ്റ കളക്ട് ചെയ്തു വെക്കണം. ഹലോ BK ജി, ഇവിടുത്തെ സെക്രട്ടറി അല്ലേ? ആ പറയും. ഇവിടെ ഉണ്ടോ അങ്ങനത്തെ ഒരു കണക്ക്? അങ്ങനത്തെ ഒരു കളക്ഷൻ ഇല്ല. ആരംഭിക്കണമെന്ന് പരിപാടി ഉണ്ട്. ഇത് 2025. 923 എഴുതി വെച്ചതാണ്. മെയ് 5, 6. നീ ആ ഡേറ്റ് പിടിച്ചോളി. മെയ് 5, 6. അപ്പൊ 2025 മെയ് 5, 6 കിട്ടിയിട്ടില്ല. എന്റെ അടുത്തുണ്ട്. ഇപ്പൊ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ MSMന്റെ മണ്ഡലം മേഖലകളെ 3-4 ഭാഗമായി തിരിച്ച് പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ എന്തിട്ടുണ്ട്, നമ്മള് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ISMന്റെ ടീം അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്. റമദാൻ കഴിഞ്ഞാൽ 3 ഭാഗങ്ങളായി തിരിച്ച് അവരെയും നടക്കും. അതിനുശേഷം നമുക്ക് KNM പഠിപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ എഴുതി വെച്ച, അന്ന് ഉണ്ടാക്കി വെച്ച ഒരു വിഷനാണത്. പക്ഷെ ഇന്നും നമ്മുടെ മഹല്ലുകളിൽ നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മഹല്ലിൽ ജക്കാത്തിന്റെ ഈ ജക്കാത്ത് കമ്മിറ്റി എന്താണ് ഈ സക്സസ് ആവാത്തത്? എന്തുകൊണ്ടാണെന്നറിയോ? അതിന് കാരണമുണ്ട്. ഒന്നാമത്തത്, ആ മഹല്ലിൽ എത്ര ആളുകൾ എത്ര ജക്കാത്ത് കൊടുക്കുന്ന വിവരം ജക്കാത്ത് കമ്മിറ്റിക്കില്ല. ജക്കാത്ത് കമ്മിറ്റിക്കില്ല. 2, ആ മഹല്ലിൽ എത്ര ആളുകളാണ് യഥാർത്ഥ ജക്കാത്തിന്റെ അവകാശികൾ? ഒരു കത്തരുമ്പോ അല്ല കേട്ടോ അറിയേണ്ടത്, അവിടെയാണ്. ഇതിപ്പോ എന്താ അവസ്ഥ? ഓൻ കത്തുമായിട്ട് നടക്കാണ്. നിങ്ങള് PKശിനെ കണ്ട? മൂപ്പര് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. മൂപ്പര് അങ്ങോട്ട് പോയല്ലോ. അല്ല, എനിക്കൊരു കത്തുണ്ടായിരുന്നു. എന്ത് ജക്കാത്തിന്റെ? മൂപ്പര് വൈകുന്നേരം വരുമായിരിക്കും. ഓ മകരിവിനൂടെ വന്നു. PKശിനെ കാണാനില്ല. മൂപ്പര് എവിടെ? അല്ല, ഇന്ന് മൂപ്പര് വരില്ല, നാളെ വരും. ഇങ്ങനെയാ സക്കാത്ത്? ഇങ്ങനെ സക്കാത്ത് അല്ലല്ലോ. പിന്നെന്താ? സക്കാത്ത് കമ്മിറ്റിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ മഹല്ലിൽ ഇന്ന ഈ പ്രാവശ്യം സക്കാത്ത് വരുമ്പോ അത് കണക്ക് കൂട്ടിയെടുത്തിട്ട് നമ്മുടെ മഹല്ലിലെ ഇന്നയാൾ, അയാളാണ് അർഹൻ, അയാൾക്ക് അത് കൊടുക്കണം. അടുത്ത വർഷം അയാൾ എന്ത് ചെയ്യും? അതല്ലേ സക്കാത്ത്? ഇതിപ്പോ സക്കാത്ത് കമ്മിറ്റിക്കും അറിയില്ല എന്ത് ഇതിൽ ആരൊക്കെയുള്ളത്. പിന്നെ ആരെങ്കിലും ഒക്കെ കത്ത് വരും. മറ്റെങ്കിൽ ഇയാള് മുഹമ്മദ് മാഷി അല്ലെ കുഞ്ഞിപ്പ മാഷ പിടിക്കും. ഇവരാരെങ്കിലും കുറച്ച് സക്കാത്തിന്റെ പൈസയും കൊണ്ട് വരിക, അത് കൊണ്ടൊന്ന് കൊടുത്തു കൊടുത്താ എന്റെ സക്കാത്തിന്റെ പൈസ. പിന്നെ നമ്മളെ ഇടലത്തെ ഒരു താത്തുണ്ട്, തീരെ വയ്യാത്ത. നിങ്ങളെ ഒന്ന് നോക്കണോട്ടാ.
അപ്പൊ കമ്മിറ്റി കൂടുമ്പോ കമ്മിറ്റി തീരുമാനിക്കാൻ. പിന്നെ കുഞ്ഞുപാശി പറഞ്ഞു എന്റെ അടുത്തൊരു ആ പെണ്ണുണ്ട്, ഓല് തീരെ പറ്റൂല, അപ്പൊ ഓലൊന്ന് പരിഗണിക്കണമെന്ന്. ആ കുഴപ്പമില്ല, മുപ്പര് സക്കാത്ത് തരുന്നല്ലേ, അതിനപ്പൊ സക്കാത്ത്, അതിനപ്പോ എന്റെ കയ്യിൽ സക്കാത്തെന്ന് ആണോ? ആ ഇടവലത്തുള്ള ആൾക്ക് നിങ്ങൾ സദഖ കൊടുത്തോളി. കാരണം അവരെക്കാളും ഈ മഹല്ലിൽ അർഹരായ വേറെ ആളുണ്ടെങ്കിലോ. വല്ലാത്തൊരു പണിയാണ് ഈ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാലേ. അപ്പോഴേ അത്രയും വലിയ അമാനത്താണ് അവർ ഏറ്റെടുക്കുന്നത്. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട കുറെ സംഗതികൾ പറയാനുണ്ട്, ഇപ്പൊ ഞാൻ പറയുന്നില്ല, അത് പിന്നീട് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഗൗരവത്തിൽ ഞാൻ എന്റെ മുന്നിലിരിക്കുന്നവരോട് പറയാം, നമ്മൾ ഉത്തരവാദിയാകും. എപ്പോ നമുക്ക് വരുന്ന വരവ് ചെലവ് കണക്കിനനുസരിച്ച് സക്കാത്ത് കണക്കൂട്ടി അതിന്റെ കതിറ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ നക്കാപ്പിച്ച കൊടുക്കാനല്ല, നിർണയിച്ച കതിറുണ്ട്, ഇത്ര കൊടുക്കണം, അത് കൊടുത്തേ പറ്റൂ. അത് കൊടുക്കൽ എന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ ഞാൻ റബ്ബിന്റെ അടുത്ത് കുറ്റക്കാരനാകും. ഒരുപക്ഷെ നിങ്ങൾ സക്കാത്തും സെല്ലിനത് കൊടുക്കാതെ ഈ മൊയ്ലാമാരെ അന്തം വിട്ട വർത്താനം കേട്ടിട്ട് ഓരോരുത്തർ നോക്കണേ, മഹല്ലുകളൊന്നും വാങ്ങണ്ട, സക്കാത്തൊക്കെ ഞങ്ങൾ അടിയിലൂടെ വാങ്ങിക്കൊണ്ട്. നിങ്ങൾ നോക്കണേ, കേരളത്തിലെ മൊയ്ലാമാരുടെ ഇരട്ടത്താപ്പ് നോക്കണേ. ഓല കോളേജിനും ഓല സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യും, സക്കാത്ത് ഇങ്ങനെ അടിവലിയായിട്ട് വാങ്ങും. ഏതെങ്കിലും പള്ളി മഹല്ലുകൾ സക്കാത്ത് വാങ്ങാൻ ശ്രമിച്ചാൽ സംഘടിത സക്കാത്ത് പാടില്ലാത്തതാകുന്നു. പിന്നെ ഇജ്ജ് വാങ്ങിയതോടോ, ഇപ്പൊ എന്റെ കോളേജിന് വാങ്ങിയില്ലേ? അപ്പൊ അത് കോളേജിനല്ല, ഞാൻ വക്കീലായിട്ട് വാങ്ങിയത്. ഇവിടെ പിന്നെ മൃഗങ്ങളാ വക്കീല്, ഇവിടെ മനുഷ്യന്മാരല്ലേ വക്കീല്. ഒരു മഹല്ലില് സക്കാത്ത് സെല്ലുണ്ടെങ്കിൽ അതിന്റെ വക്കീലാരായിരിക്കും? ആ സക്കാത്ത് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട രണ്ടാളുകളായിരിക്കും അതിന്റെ വക്കീലുമാര്. അവരെ വക്കാലത്തേൽപ്പിക്കൽ തന്നെയല്ലേ നമ്മൾ ചെയ്യണത്. പേരോടിന് വക്കീലാവാം, PKCക്ക് വക്കീലാവാൻ പറ്റൂല എന്ന് പറഞ്ഞാലോ അതിന് ഇരട്ടത്താപ്പ് എന്നാ പറയാ. അപ്പോൾ ഇങ്ങോട്ട് വേണ്ട. അപ്പൊ സക്കാത്ത് സെല്ല് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം കാണിച്ചു കൊടുത്തു. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു, റസൂൽ സ്വീകരിച്ചു, സഹാബത്ത് ചെയ്തു. അങ്ങനെ പിൽക്കാലത്തേക്ക് വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അതാത് സമൂഹങ്ങളിൽ അത് കറക്റ്റ് മുന്നോട്ട് വന്നു. ഇപ്പൊ തലമ കത്തൽ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ പറയുന്നുണ്ട് എന്ത്, ഓരോ മഹല്ലിലും സക്കാത്ത് കമ്മിറ്റികൾ കൃത്യമായാലേ സാമ്പത്തികമായ ഒരു അടിത്തറുണ്ടായി ആ സമൂഹത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള വലിയ വർത്താനൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞത്, ഏത് വിഷയത്തിലുമുള്ള ഖദർ എവിടെ? ആ ഖദർ ഞാനല്ല നിർണയിക്കേണ്ടത്, അല്ലയാണ്. ഇബാദത്താണോ അല്ലാഹ് നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ ഖദർ ഞാൻ എന്ത് ചെയ്യണം? കൊടുക്കണം. ക്ലിയർ ആയോ? ഇപ്പൊ എത്രയായി? 3. 4. നാലാമത്തത് കൈഫിയത്ത്. കൈഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്ത്? രൂപം, എങ്ങനെ ആയിരിക്കണം എന്നത്. മനസ്സിലായോ? ളുഹറിന്റെ സമയത്ത് ളുഹർ, അതിന്റെ രൂപവും ഭാവവും എല്ലാം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്തോണം. അവിടെ എന്റെ ഇഷ്ടമൊന്നും പറ്റൂല. നോക്കുങ്ങള്, കൈഫിയത്തിൽ ഒന്നും കൂടി ഞാൻ പറയാം. ഒരു റക്അത്തിൽ എത്ര പ്രാവശ്യം കൈ ഉയർത്തണം? അഥവാ ആദ്യത്തെ റക്അത്തിൽ എത്ര പ്രാവശ്യം കൈ ഉയർത്തണം? 3 പ്രാവശ്യം. രണ്ടാമത്തെ റക്അത്തിൽ എത്ര പ്രാവശ്യം കൈ ഉയർത്തണം? 2 പ്രാവശ്യം. മൂന്നാമത്തെ റക്അത്തിലോ 3 പ്രാവശ്യം. നാലാമത്തെ റക്അത്തിൽ 2 പ്രാവശ്യം. അപ്പൊ മൊത്തം എത്രയായി? 10 പ്രാവശ്യം. ളുഹർ നമസ്കാരം പോലെയുള്ള 4 റക്അത്ത് നമസ്കാരങ്ങളിൽ ഒരാള് നിസ്കാരത്തിൽ കൈ ഉയർത്തേണ്ടത് എത്ര വട്ടം മാത്രമേ ഉള്ളൂ? 10 പ്രാവശ്യം മാത്രം. ചില മനുഷ്യന്മാര് അനങ്ങിയാലൊക്കെ എന്ത് ചെയ്യും? എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ കൈ ഉയർത്താം, എങ്ങോട്ട് പോയാലും കൈ ഉയർത്താം. ചില ആളുകൾ സുബഹിസ്കാരത്തിന്റെ സമയത്ത് നമ്മളാ സൂറത്ത് സജദ ഓതുമ്പോ സുജൂദിലേക്ക് പോകുമ്പോ അപ്പോഴുണ്ടാകും കൈ ഉയർത്തി പോണ്. അതിന് കൈഫിയത്തുണ്ട്. ആ കൈഫിയത്ത് എനിക്ക് തോന്നണല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ട് കൈഫിയത്ത് അങ്ങനെ ചെയ്യണം. എങ്ങനെയാണ് സക്കാത്ത്, എങ്ങനെയാണ് നോമ്പ്, എങ്ങനെയാണ് നിസ്കാരം, എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും കൈഫിയത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ചെയ്യണം. അതിനപ്പുറത്തേക്ക് എന്റെ ഇഷ്ടം താല്പര്യങ്ങളൊന്നും വരാൻ പാടില്ല. അത് വന്നാൽ ഇബാദത്ത് മർദൂദാവും. മനസ്സിലായോ? സ്വഹാബത്തിന്റെ കാലം ഒറ്റ കാര്യം പറയാം. അള്ളാഹ് 2 കാലമായി
അതാണ് ഇത് പറഞ്ഞാൽ തീരൂല. ഇനി എന്റെ അടുത്ത പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാനുണ്ട്. അതായത് ഇനി ഞാൻ പറയുന്നുണ്ട് അവിടെ തൊട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പ്രഗൽഭരായ രണ്ടാളുകൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, രണ്ടും സ്വഹാബികളാണ്. പള്ളിയിലേക്ക് കയറി വരിക. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പള്ളിയിലേക്ക് കയറി വരിക. അതുപോലെ അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ വട്ടവളഞ്ഞിരിപ്പുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ടൈൽസും മാർബിളും പിന്നെ ഈ കാർപ്പറ്റും ഒന്നും ഇല്ലല്ലോ, അന്ന് മണ്ണല്ലേ. അപ്പൊ മുന്നിൽ ഓരോ കുഴി ഒഴിച്ചിട്ട് കയ്യിൽ കുറച്ച് കല്ലും വെച്ച് ഇങ്ങനെ ദിക്റില്ല എണ്ണം പിടിച്ചു. അപ്പൊ ഇവിടെ ഒരാൾ നേതാവുണ്ട്, അയാൾ ഇങ്ങനെ ചൊല്ലാൻ പറയും, ഇവര് ചൊല്ലും. അപ്പൊ ഇവര് മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പണി, എന്താ പരിപാടി? ഞങ്ങൾ ദിക്റില്ല. എന്താ കാര്യം? അങ്ങനെ എന്താ? അല്ലാഹു മാറദിന അല്ല ഖൈർ, ഒരു ഖൈറായ കാര്യം ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ്ദു സയ്യാഅതികും, നിങ്ങളെ പാപങ്ങൾ എണ്ണടോ, നിങ്ങളുടെ പാപങ്ങൾ പോയി എണ്ണ. രണ്ടാമത്തെ വാക്ക് എന്താ അറിയോ? രണ്ടാമത്തെ വാക്ക് എന്താ അറിയോ? വല്ലാഹി മാ അറദന ഇല്ലൽ ഖൈർ എന്ന് പറഞ്ഞ ആളുകളോട് മറുപടി, കമ്മി മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, നന്മ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരാണ്, നന്മ കിട്ടുന്നില്ല അവർക്ക്. മൂന്നാമത്തേത്, ലഅല്ലക്കും അഹദാ മിൻ മില്ലത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മാർഗത്തെക്കാൾ ഉന്നതമായ മാർഗത്തിലാണെന്നാണോ നിങ്ങളുടെ വിചാരം? അവ മുഫ്തതിഹു മാ ബാബുൽ ളലാല, അല്ല നിങ്ങൾ വഴികേടിന്റെ വാതിൽ തുറക്കാണോ? വല്ലാത്ത ചോദ്യമല്ലേ. ആരാ ചോദിക്കുന്നത്? സ്വഹാബിയാണ്. എന്നിട്ട് എന്താ പറയണത് വർത്താനം? ഇതാ റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നബിതങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അതിപ്പോഴും ഉണ്ട്, നിർമ്മിപ്പോയിട്ടില്ല. നബിതങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ദീനിൽ ഇല്ലാത്തുണ്ടാക്കാം. അല്ലടോ, നമ്മളിപ്പോ എന്ത് കുറ്റം ചെയ്തത്? ദിക്ർ ചൊല്ലിയതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അത് നല്ല കാര്യമല്ലേ, നമ്മൾ അത് ചെയ്ത്. അതിനപ്പോ നിങ്ങൾ ഇങ്ങനെ ഈ വേളം ഉണ്ടാക്കണം? അന്നത്തെ ആ ചോദ്യമാണ് ഇന്നത്തെ സമസ്തക്കാരൻ ചോദിക്കണത്. അതേ ചോദ്യമാണ് ഇന്ന് മുജാഹിദ് എന്ന് പറഞ്ഞ ചില ആളുകൾ ചോദിക്കണത്. അതൊരു നല്ല കാര്യമല്ല. അതിന്മേൽ എന്തിനാണ് നമ്മള് അവര് അമ്ര വാസ്യല്ലേ, അങ്ങനെ വാസ്യ വല്ലാതെ വാസ്യാക്കണ്ട. അവനവന്റെ കാര്യത്തിൽ ഈ വാസ്യ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? അവനവന്റെ കാര്യത്തിന് വാസ്യ ഉണ്ടാവൂല. ദീനാണെങ്കിൽ ആർക്കും കയറി വാസ്യാക്കാം, കാരണം ആരും ചോദിക്കാനില്ലല്ലോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ കൈഫിയത്ത് ദിക്റെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ചൊല്ലണം, അത് ടൈം നിശ്ചയിച്ചിട്ടുണ്ട്, നിൽക്കാതുകൊണ്ട്. പക്ഷെ ഈ രൂപം ഉണ്ടല്ലോ, എന്ത് ഇങ്ങനെ ഇരുന്നൊരു പ്രത്യേക താളത്തിലും രൂപത്തിലും ഒക്കെ ഇപ്പൊ നമ്മളെ പള്ളികളിലൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം വരും, എന്നാലും പറയാതിരിക്കാൻ പറ്റൂല. അടുത്ത ഈ പെരുന്നാൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. പള്ളി കാണാം, പെരുന്നാളിന്റെ അന്ന് പള്ളിയിലോ ഈദ് കാലം എവിടെയാണോ ഒരാൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രതീതിണ്ടല്ലേ ആ തക്ബീർ ഇങ്ങനെ പറയുമ്പോ ബാക്കി എല്ലാവരും ഒരുമിച്ച് എല്ലാവരും പാടും ഒരേ ശബ്ദത്തിൽ ഇങ്ങനെ ചൊല്ലും. അതെവിടെ കിട്ടിയത്? അതില്ലല്ലോ. ഷാജി നമ്മളെ മുത്താണ്. ഷാജി മാഷാ അല്ലാഹ്. അതിന് ഷാജി ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. ക്ലാസ് നടക്കണം. അല്ലാഹു ദീർഘായുസ്സ് തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഇങ്ങനെ ഒരു തക്ബീർ ഇങ്ങനെ ചൊല്ല, ഒരേ സൗത്ത് വാഹിദ്, ഒരേ സൗത്ത്, ഒരേ ശബ്ദം, ഒരേ താളം, ഒരേ രൂപം, എല്ലാരും ജമാഅ, അങ്ങനെയാണോ ചൊല്ലേണ്ടത്? അല്ല, ഓരോരുത്തരും ചൊല്ലാന്നാണ് പറഞ്ഞത്. ഓരോരുത്തരും എന്ത് ചെയ്യാ? ചൊല്ല. അപ്പൊ എല്ലാരും ഒരേ താളത്തിലാണോ ചൊല്ല? ആണോ? അല്ല, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതല്ല ചൊല്ല. അവനവൻ ചൊല്ലിയാ മതി. അതിന് ഒരേ താളം, ഓരോ രൂപം, ഓരോ. ഇത് റസൂൽ പഠിപ്പിച്ചല്ല. അപ്പൊ ഒരാൾ പറഞ്ഞ നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട സാധനമാണ്, ഇപ്പോഴോ വന്നിട്ട് ഒരാൾ പറയാണ് ചൊല്ലാൻ പാടില്ല. നിങ്ങൾ കുറെ പിരാന്നുണ്ടാക്കി നമ്മളെന്താ കാട്ട? നിങ്ങൾ കുറെ കാലം ആവശ്യമില്ലാതെ ഇങ്ങനെ ചെയ്തു പോകുന്നെന്ന് വെച്ചിട്ട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട തിരുത്തണം, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അതെ,
ഓരോരുത്തരും ഒറ്റ പിടിച്ചില്ല. അപ്പോ ഇനി മൈക്കിൽ ഒരാൾ അറിയിക്കണോ? ആർക്കെങ്കിലും ഒരാൾ മൈക്ക് കൊടുത്തോളി, ഓനവിടെ നിന്ന് ചൊല്ലിക്കോട്ടെ. ബാക്കിയുള്ളവർ ഓനെ താപിയാൻ നിൽക്കണ്ട, നിങ്ങൾ എല്ലാത്തിനും ഇഷ്ടമുള്ളവർ ചൊല്ലിക്കോളി. ഒരാൾ ഇങ്ങനെ അല്ലാഹു അക്ബർ ചൊല്ലിയ മറ്റേ ഓന്റെ മോന്റെ ഒറ്റക്ക് നമ്മളവിടെ ചൊല്ലി അങ്ങനെ പറയാൻ നിൽക്കണ്ട. അത് ഓരോരുത്തരും അവനവന്റെ വൈയക്തികമായി ചെയ്യേണ്ടതാണ്, അല്ലാതെ ജമാഅയായി ചെയ്യേണ്ടതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പലതിലും എന്തിട്ടുണ്ട്, പല രൂപത്തിലും സംഗതി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനം പറയട്ടെ, ട്രെൻഡിങ് ഇഫ്താർ സംഗമം. തസ്ബീത്തും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർ ചൊല്ലിക്കൊടുത്ത് ചെല്ലണ്ടല്ല, ഇഫ്താർ സംഗമങ്ങളാണ്. അതിനൊരു ഹദ്ദും ഇല്ല, ഒരു ഹസ്റും ഇല്ല. മറമാടിയിട്ട് പൂർത്തിയായി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാ, തസ്ബീത്ത് ചൊല്ലി തുടങ്ങാം. അത് ഓരോരുത്തരും ചൊല്ലേണ്ടതാണ്. ഞാൻ ആരുടെ കൂടെയും കൂടുതലില്ല, ഞാൻ അവിടെ നിന്ന് ഒറ്റക്ക് അവിടെ നിന്ന് ചൊല്ലും. അവിടെ ഓരോരുത്തർ ഒരാളിങ്ങനെ തുടങ്ങും, അപ്പൊ തന്നെ ഒരാളുണ്ടാവും ഇങ്ങനെ കച്ച കെട്ടി മുമ്പ് കുഞ്ഞാപ്പോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് പറയാനായിട്ടുണ്ട്. എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങാം. അതെന്നെ പറഞ്ഞോണമെന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. എന്ത് നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കണത്തേട് അയാൾക്ക് വേണ്ടി തസ്ബീത്ത് പറയുമെന്നാണ്. അങ്ങക്ക് എന്തും പറയാം. അറിയാത്ത മനുഷ്യന്മാരെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ എന്റെ അടുത്തൊരാൾ ചൊല്ലാണ്, അയാള് പറഞ്ഞെന്താ ഞാൻ അങ്ങനെ കേട്ടപ്പോ എന്തൊക്കെയോ പറയണ അയാള്. അതെ, അപ്പൊ ശരിക്ക് ലഫ്ള് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, നിങ്ങളത് പറയാൻ നിൽക്കണ്ട. എന്ത് പറഞ്ഞാൽ മതി, അള്ളാഹുവേ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അള്ളാഹു അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കുമ്പോ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. പുറത്തു കൊടുക്കണേന്നും അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കണേന്നും പറഞ്ഞാൽ മതി. ഈ താളക്രമത്തിൽ ഇങ്ങനെ ഈ വാക്കുകളൊക്കെ മനസ്സിലാകാതെ ഇങ്ങനെ കൂടെ നിന്ന് ചൊല്ലിക്കൊടുക്കലല്ല. അപ്പൊ ശരിക്ക് ഈ വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊരു കൃത്യത വരുത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി പറയട്ടെ. അഞ്ചാമത്തെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാണ്, ആറാമത്തെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാണ്. പിന്നെ അൽ-മകാൻ, സ്ഥലം. ഒരു അമലിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം ഏതാണോ അത് അവിടെ തന്നെ ചെയ്യണം. വേറൊരു സ്ഥലത്ത് അത് ചെയ്താൽ ശരിയാവില്ല. അങ്ങനത്തെ ചില സംഗതികളുണ്ട്. എന്നാൽ സ്ഥലം പ്രശ്നമില്ലാതെ ഏത് സ്ഥലത്ത് വെച്ചാലും അനുവദിക്കപ്പെട്ടതുകൊണ്ട് അതങ്ങനെ ചെയ്യാം. ഉദാഹരണം പറയാം, രാത്രി താമസിക്കേണ്ടത് അഥവാ മുസ്ദലിഫയിൽ എന്ത് ചെയ്യണം, രാത്രി താമസിക്കണം. അതെന്നാ താമസിക്കേണ്ടത്, ദുൽഹിജ്ജ 9 രാത്രി. ദുൽഖഅദ 9 രാത്രി പോയിട്ട് ഒരാള് മുസ്ദലിഫയിൽ തന്നെ കടന്നു നോക്കുക, സമയം നടക്കുവോ? അഞ്ചാമത്തെ സമയമാട്ടോ, സമയം. ആറാമത്തത് മക്കാൻ, സ്ഥലം. രണ്ടോട് ഒരുമിച്ച് പറയാണ്. അപ്പോ ദുൽഖഅദ 9 രാത്രി പോയിട്ട് ഒരാൾ മുസ്ദലിഫയിൽ കിടന്നു എന്ന് വെച്ചാൽ സംഗതി നടക്കുവോ? ഇല്ല. ഇനി ദുൽഹിജ്ജ 9 തന്നെ മുസ്ദലിഫയിൽ കിടക്കാതെ അയാൾ മിനയിൽ പോയി കിടന്നു, നടക്കുവോ? അല്ല, അത് കുഴപ്പമില്ല, ഒരേ സ്ഥലല്ലേ, എവിടെങ്കിലും ഒക്കെ കിടന്നാ പോരെ, പറ്റൂല. കാരണം ഇതിന് ഈ കൃത്യമാകുമ്പോ അറഫയിൽ നിൽക്കേണ്ടവൻ എന്ത് ചെയ്യണം, അറഫയിൽ തന്നെ നിൽക്കണം. അത് എപ്പോ നിൽക്കണം, ഓന് സമയമില്ല. ഓൻ അറഫ ദിവസം രാവിലെ സുബൈക്ക് വന്ന് കുറച്ചേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് അങ്ങോട്ട് പോയി. നടക്കോ? അപ്പൊ ശരിക്ക് ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട സമയവും സ്ഥലവും അത് കണിശമാണ്. അത് അവിടെ പറ്റുള്ളൂ, ആ സമയത്ത് നിർവഹിക്കണം. തറാവീഹ് തുടങ്ങേണ്ട സമയം എപ്പോഴാണ്, ഇശാ നമസ്കാരം കഴിഞ്ഞ് അതിന് സുന്നത്ത് കഴിഞ്ഞാൽ തറാവീഹ് തുടങ്ങും. എവിടം വരെ നിസ്കരിക്കാം, അതിന് ടൈം എവിടം വരെ ഉണ്ട്, സുബഹി വരെ അഥവാ പിന്നെ ഫജ്ർ സാദിഖിന് അടുത്ത് വരെയും പോകാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, 1/3 വരെ നിസ്കരിക്കാം, അല്ലെങ്കിൽ പകുതി വരെ നിസ്കരിക്കാം, അല്ലെങ്കിൽ അത്താഴത്തിന്റെ സമയം ഫജ്ർ വരെ നിസ്കരിക്കാം.
ഇതാണ് അതിന്റെ ടൈം, ഡ്യൂറേഷൻ അതാണ്. എവിടുന്നാ തുടങ്ങല് ഇശാക്കേശാണ്. ഇശാക്കേശം തുടങ്ങണം. അത് സുന്നസ്കാരം കഴിഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. കാരണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് അങ്ങനെയാണ്. അപ്പൊ ഇന്നൊരാൾ വന്നിട്ട് അത് വിശാലാണ്, അതെപ്പോഴും അങ്ങനെ ചെയ്തോട്ടെ, അത് എന്റെ വീട്ടില് അവിടെ അല്ല, ഇതിവിടെ ദീനിന് കൃത്യമായ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ ഈ 6 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശം 2:30 ആയി, നിർത്താണ് ഞാൻ. എന്തെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് പറഞ്ഞോട്ടാ. ഈ 6 കാര്യങ്ങൾ, ഇത് മാത്രമല്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടിരുന്നു, സമയമില്ല, അത് മറ്റൊരിക്കൽ പറയാം ഇൻഷാ അല്ലാഹ്. കാരണം ഇനി ബിദ്അത്ത് എന്താണെന്ന് വളരെ കണിശമായി ചില പോയിന്റുകൾ വെച്ച് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ആളുകൾക്ക് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചില സംഗതികളിൽ മാത്രം എന്തിയിട്ടുണ്ട്, പരിമിതപ്പെട്ടിട്ടുണ്ട്. എന്ത് നബിദിന ബിദ്അത്ത്, റാത്തി ബിദ്അത്ത്, മറ്റേ ബിദ്അത്ത്, ശിർക്ക്, ഇങ്ങനെ ചില സംഗതികളെ കൃത്യമായി താത്വികമായി അസ്വലിയായി പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ 6 കാര്യങ്ങൾ പറഞ്ഞു. ഇത്തിബാഅ് ചേർന്ന് നിൽക്കുന്നത് ഈ 6 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ 6 കാര്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തിബാഅ് ഉള്ളത്. അപ്പൊ ഇതിന് പുറത്തു പോയാൽ ഇത്തിബാഅ് പുറത്തുപോയി. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ എന്ത് ചെയ്യണം? അതിങ്ങനെ കൃത്യമായിട്ട് കണിശമായി കൊണ്ടുപോകണം. നമ്മുടെ പള്ളികൾ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞത് വർത്താനതാണ്. നമ്മുടെ പള്ളികളുടെ പ്രത്യേകത അവിടെ ഖുർആനും സുന്നത്തുമാണ്. ഇന്ന് അവകാശപ്പെടാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അവിടെ ഖുർആനും സുന്നത്തും മാത്രമല്ല, പിന്നെ ഏത് ഇമാം പറഞ്ഞാലും സ്വീകരിക്കാം. അവിടെ ഇമാമിയങ്ങളെ ഖൗലും തെളിവാണ്. അവിടെ ആ പണ്ഡിതനും തെളിവാണ്, ഈ പണ്ഡിതനും തെളിവാണ്. അല്ല, ഇല്ല, അള്ളാന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഈ ദീനിന് കൃത്യമായ ഉസ്വത്ത് കാണിച്ചത് അള്ളാന്റെ റസൂലാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറാ. ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ടുന്ന ഈ കാര്യങ്ങളെ അങ്ങനെ തന്നെ ഗൗരവത്തിൽ പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ചുരുക്കി ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതലൊരു കാര്യം പറയാം. വലിയോറയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനാറുൽ ഹുദ അറബി കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ മാഷാ അല്ലാഹ് നമ്മുടെ അവിടുത്തെ കുട്ടികളെ നിങ്ങൾ അറിയണം. നമ്മള് അലസൻ അതിയുണ്ട്, മൂപ്പരാണ് ഇവിടുത്തെ അതിന്റെ മന്തൂബ്. അതിന്റെ കാര്യം ഞാൻ പിരിക്കാൻ വന്നല്ല കേട്ടോ, ഞാൻ പിരിക്കാൻ വന്നല്ല, എനിക്കറിയാം. അപ്പോ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഈ പരിസരത്ത് നല്ല കേരളത്തിൽ ഞാൻ അൽഹംദുലില്ലാഹ് റമദാനില് 8 മുതലാണ് ഞാൻ ഇറങ്ങിയത്. കാരണം UAE പോയിട്ട് വന്നിട്ട് ഇറങ്ങിയതാണ്. അങ്ങ് മുതൽ ഇങ്ങ് വരെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ ഓടി. ഞാൻ അന്വേഷിച്ചു, പല സ്ഥലത്തും പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, മനാറുൽ ഹുദയിൽ പഠിക്കുന്നത് പോലെ ഒരൊറ്റ കുട്ടിയും +1 +2 കേരളത്തിൽ പഠിക്കുന്നില്ല. അത് എന്റെ അവകാശവാദമൊന്നല്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അന്വേഷിക്കാം, ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചേരണം. കാരണം മനാറിൽ പഠിക്കുന്ന +1 +2 അറബി കോളേജിന് ഇപ്പൊ നമ്മള് പ്രിലിക്ക് പകരം +1 +2 ആണ്. അതിൽ കോമ്പിനേഷൻ 46 ആണ്. ഹ്യൂമാനിറ്റീസിന് കൊമേഴ്സിന് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അത് വേറെ രൂപത്തിൽ പോകും. പക്ഷെ ആ കുട്ടികൾ അറബി പഠിക്കുന്നതോടൊപ്പം തന്നെ 4 കിതാബുകളും പഠിക്കണം. ഒന്ന് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂൽ സലാസ എന്ന കിതാബ്, ഉസൂൽ സലാസ, അത് പഠിക്കണം. 2 40 ഹദീസ് നബവി, ഇമാം നബവി ക്രോഡീകരിച്ച 40 ഹദീസുകൾ. 20 എണ്ണം +1 പഠിക്കണം, 20 എണ്ണം +2 പഠിക്കണം. 3 തൽഖീസ് സിഫത്ത് സ്വലാത്ത്, നിസ്കാരം എങ്ങനെ കൃത്യമായി നിസ്കരിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഷെയ്ഖ് അൽബാനിയുടെ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ സമാഹരിച്ചു കൊണ്ടുള്ള കിതാബിന്റെ മുഖ്തസർ ആ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. 4 സ്വഹീഹുൽ ഖിസസ്, ഏറ്റവും ശരിയായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചരിത്രം, നബിയുടെയും സ്വഹാബത്തിന്റെയും, പ്രത്യേകിച്ച് അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ ചരിത്രം. ഇത് ഇത്രയും +1 +2 പഠിച്ചിരിക്കണം. നിങ്ങളുടെ പരിചയത്തിൽ എവിടെങ്കിലും, ഏതെങ്കിലും കോളേജിൽ, ഏതെങ്കിലും സ്കൂളിൽ
+1 +2 പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ആ കുട്ടികൾക്കാണ് നമ്മളവിടെ ക്ലാസ് എടുക്കുന്നത്. അൽഹംദുലില്ലാഹ് ഈ കാലഘട്ടത്തിലെ മക്കളാണ്. ഏത് തോന്നിയാസത്തിലേക്കും പോകാവുന്ന തരത്തിൽ ഒരു ബോംബ് പോലെയാണ് ആ കുട്ടികൾ നിൽക്കുന്നത് അല്ലേ. അവരെയാണ് നമ്മൾ ഇങ്ങനെ പിടിച്ച് കെട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ. ചില ആളുകൾക്ക് പറയും ആ കുട്ടികളുടെ പാന്റ് നിലത്ത് പോയിട്ടുണ്ട്, നിസ്കരിക്കണം, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, ഒക്കെ നോക്കി നടക്കാൻ വലിയ എളുപ്പമാണ്. കാരണം എന്താ അറിയോ, ആ കുട്ടികളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാണ്. കാരണം 10 കൊല്ലം വേറെ റൂട്ടിൽ പോയി ഓടിയ വണ്ടിയെ ഒരു റൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം 2 കൊല്ലം അതിങ്ങനെ പിടിച്ചു കെട്ടി കൊണ്ടുവരണം. മനസ്സിലായോ? ഇന്നത്തെ കാലഘട്ടത്തിൽ MDM തോന്നിയാസം ഒക്കെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിലേക്കൊന്നും പോകാതെ മക്കൾ എങ്ങനെ പിടിച്ചു കെട്ടി കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളെ നോട്ടം. ചില ആളുകള് ഫോട്ടോ എടുത്ത് എനിക്കിട്ട ചില മഹാന്മാരുണ്ട്. അതാ ആ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാന്റ് ഒക്കെ നിലത്ത് കിടക്കുന്നു. ഇത് ഏതാ സാധനം ഒന്നും കൂടി അറിയണമല്ലോ. അത് മുജാഹിദ് തറവാട്ടി വളർന്ന കുട്ടികളൊന്നും അല്ല, ഭൂരിപക്ഷവും വേറെ കുട്ടികളാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ, മുജാഹിദ് വീട്ടിലെ കുട്ടികൾ, നിങ്ങളുടെ പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്ക്. അവരുടെ പാന്റ് എവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ സൽവാറിന്റെ കൂടെയുള്ള ഈ കമ്മീഷന്റെ കൂടെയുള്ള സൽവാർ ഉണ്ടല്ലോ, അതെവിടെ ഉള്ളത്? നെരിയാണിക്ക് മേലെയാണ്. നെരിയാണിക്ക് മേലെയാ. പാപ്പ ഫോട്ടോ എടുത്തോ? ഓളെ തലത്തുണി അവിടെ എത്തുന്നവരെ ചിലപ്പോ ഉണ്ടാവും. അതേ ഞാൻ കയത്തുമലാണ്. എടുത്തോ? എന്റെ മോള് പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളില് ഇതുവരെ പിന്നെ അൻസാരിന്റെ നമ്മളെ നൗഫൽ അൻസാരി സ്കൂളിലായിരുന്നു. ഇപ്പോൾ നമ്മളെ കോട്ടൂർ സ്കൂളിലാണ്. അപ്പൊ അവിടെ പഠിക്കുന്ന അവളുടെ ക്ലാസ്സിൽ ഉള്ള പെൺകുട്ടികളിൽ ആകെ ഉള്ളത് 2 കുട്ടികൾ മാത്രമേ തലയിൽ മര്യാദക്ക് തട്ടിടുന്നുള്ളൂ. ബാക്കൊക്കെ തോന്നിയ പോലെയാണ്. ഇതാരെ മക്കളാണ്? കേരളത്തിലെ മുസ്ലിങ്ങളെ കുട്ടികൾ തന്നെയാണ്. അതിൽ മുജാഹിദിന്റെ കുട്ടികളും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നോക്കി ഫോട്ടോ എടുത്ത് ആ പള്ളിയിൽ ചില ആളുകൾ നിസ്കരിക്കാൻ വരുന്നത് പോലെ ഈ കുട്ടികളെ നോക്കാനാണ് തോന്നിപ്പോയി എനിക്ക്. ഈ മക്കൾ എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പല സ്ഥലത്തുമുള്ള കുട്ടികളാണ് അവിടെ വന്ന് 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ഒക്കെ പഠിച്ച് അത്യാവശ്യം ദീനിന്റെ ഹുക്കുമുകളും കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈറ്. പ്രിയപ്പെട്ടവരെ, ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ ചെലവ്. അതിനാണ് നമ്മൾ ആലോചനാജി നിങ്ങളടുത്ത് വരും. ഇൻഷാ അല്ലാഹ് അദ്ദേഹമാണ് നമ്മൾ ഇവിടുത്തെ മന്ദൂബ്. അദ്ദേഹത്തെ നിങ്ങൾ പരിഗണിക്കണം. വളരെ ഭംഗിയായി നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണവർ കരുതിയാൽ മതി. നിങ്ങളുടെ മക്കൾക്ക് കുഴിമന്തിയും റോസ്റ്റും ഒക്കെ വാങ്ങിക്കൊടുക്കൂലേ? അതിനെ കണക്ക് കൂട്ടി കൊടുത്താൽ മതി. ഇങ്ങോട്ട് നമ്മളെ അവിടുത്തെ കുട്ടികൾക്കുള്ളതാണ്. അൽഹംദുലില്ലാഹ്, നടക്കട്ടെ, ഖൈറാവട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ ചേർത്ത് വെച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനി സംരംഭങ്ങളുമായി മാനസികമായി അടുത്ത ബന്ധമുണ്ടാക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് സഹായം ചെയ്യുമാറാവട്ടെ. എല്ലാ ദുരന്തങ്ങളിലും അല്ലാഹു അവർക്ക് സഹായം നൽകി രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ വിട പറഞ്ഞു പോകുമ്പോൾ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير نبينا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.